ഭക്തജനങ്ങളെ, നമ്മുടെ നമസ്കാരം. യോഗം ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വനിതാ സംഘവും മാതൃവന്ദനവും സംഘടിപ്പിച്ചിരിക്കുന്നു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പരിപാടി ഈ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും ഹാർദവമായ സ്വാഗതം. സമസ്ത കോടി ജീവജാലം ഏകമെന്നു തോന്നണം. സർവഭൂത സങ്കടങ്ങൾ ഗോചരങ്ങളാകണം. സഹാനുഭൂതി ഉൾക്കടൽ തിരകളായി മാറണം. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം. അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. തികഞ്ഞ ഭക്തിയോടെ ജന്മ നാടിനെ ഗുരുപദാംബുജങ്ങളെന്നും ഉമ്മയായി സ്മരിക്കണം. ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം. മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ പഠിക്കണം. നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ജി സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈ പുതിയപ്പ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ബഹുമാനീയനായ യോഗാധ്യക്ഷനും ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ പ്രസിഡന്റുമായ ശ്രീ കെ രാധാകൃഷ്ണപിള്ള അവർ, ഇന്നത്തെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, മറ്റ് മാന്യ വ്യക്തികൾ, ചടയമംഗലം എന്ന ജടായമംഗലം ഇന്ന് ലോകത്തെ ഒരു ചരിത്ര താളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലപ്പേരായി മാറിയിരിക്കുകയാണ്. ആ ചരിത്രത്തിൽ ഒരു ഇടം പിടിച്ച് വരികയാണ് നമ്മുടെ ഈ കുഞ്ഞേപ്പ ക്ഷേത്രം എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്ര ഉത്സവത്തിന്റെ 8ാം ദിവസമായ ഇന്ന് ഇത്തരം ഒരു പരിപാടി, ഇത്തരം ഒരു പ്രഭാഷണ യോഗം ഇവിടെ നടത്തണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതെല്ലാം ഒരു സൗഹാർദ്ദത്തിന്റെയും ഒരു കൂട്ടായ്മയുടെയും പരിണാമമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. എന്റെ ഉത്തരവാദിത്തം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വളരെ കൃത്യനിഷ്ഠയോടുകൂടി സത്യസന്ധമായും ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഖ്യധാരയിൽ നിന്നും പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ശ്രീ കെ രാധാകൃഷ്ണപിള്ള അവർ ഇന്നത്തെ രാധാകൃഷ്ണപിള്ള അവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന
മത പണ്ഡിതന്മാരെക്കാളും ഉയർന്ന നിലയിൽ ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പല ഇടങ്ങളിൽ സന്ദർശിക്കുകയും പല കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അറിവ് ഒരു അപാരം തന്നെയാണ്. അത്തരത്തിലുള്ള ആ അറിവിനെ ഇന്നിവിടെ പങ്കുവയ്ക്കാനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ നടത്തുന്ന പ്രഭാഷണം കേട്ട് നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും എന്തെങ്കിലും ഒരു സഹായമായി തീരും എങ്കിൽ അത് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, 1955 ജനിച്ച അദ്ദേഹം പഠനങ്ങൾക്ക് ശേഷം ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാരംഭ ജീവിതം ആരംഭിക്കുകയും കഠിന അധ്വാനത്തിൽ കൂടി സിവിൽ സർവീസിൽ പ്രവേശിക്കുകയും പോലീസ് എന്ന സേനയുടെ ഉജ്ജ്വലതലത്തിലുള്ള DGP എന്ന പോസ്റ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലെല്ലാം അദ്ദേഹം പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ട്രാൻസ്ഫറുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം വെറും ഔദ്യോഗികമായി മാത്രമല്ല ചിന്തിച്ചിട്ടുള്ളത്. നമ്മുടെ സാംസ്കാരികം എന്താണ്, മറ്റു മതങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അറിയേണ്ടത്, ഇത്തരത്തിലുള്ള 1000 കഥകൾ നമ്മൾ കേട്ട് കാണും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ. അത്രമാത്രം അറിവ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മളിന്നിവിടെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അറിവിന്റെ കലവറയായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ IPS സ്നേഹാദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മറ്റ് വേദിയിൽ ഇരിക്കുന്ന നേതാക്കളെ, ഈ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ്, കുട്ടികളെ, മുതിർന്നവരെ, മാതൃസമിതി അംഗങ്ങളെ, ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗങ്ങളെ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളെ, ഇവിടെ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ വിവരങ്ങളും തത്സമയം പ്രചാരം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ മീഡിയ, പത്രപ്രവർത്തകർ, കൂടാതെ ഈ പ്രോഗ്രാം നന്നായി നടത്തുന്നതിന് വേണ്ടിയുള്ള മൈക്കും മറ്റു അസംബ്ലികളും തന്നു സഹായിക്കുന്ന രാജാസവും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ മുഖ്യാതിഥി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ഈ ചടങ്ങിൽ ഈശ്വർ പ്രാർത്ഥന നടത്തിയ കുമാരി ജ്യോതി മംഗലത്ത്, ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് R രാജേഷ് കുമാർ, ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ഗോപി വിനോദ്, ഉപദേശക സമിതിയുടെ സെക്രട്ടറി, ഉപദേശത്തിനുള്ള മറ്റു ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മാതൃസമിതിയുടെ ഭാരവാഹികൾ, പുനരുദ്ധാരണ സമിതിയുടെ ഭാരവാഹികൾ, വിവിധ കരകളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ, അമ്മമാരെ, വിവിധ മീഡിയാസിനെ റെപ്രസെന്റ് ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം നമ്മുടെ ദേശീയ ഉത്സവമായി രൂപാന്തരപ്പെടുകയും
ആ ഉത്സവം ക്രമാനുഗതമായി ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തമ്മിൽ സമന്വയിപ്പിച്ചു പോകുന്ന ഒരു ക്ഷേത്ര പശ്ചാത്തലമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദം പ്രധാന ലക്ഷ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് കാഴ്ചവെക്കുന്നത്. ഞാൻ അധികമായി വിരസിപ്പിക്കുന്നില്ല. മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ ശേഷിയുള്ള അറിവുള്ള ഒരു പ്രതിഭാശാലിയാണ് നമ്മുടെ മുഖ്യാതിഥി. അദ്ദേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിനുള്ളിലും ഭാരതത്തിലാകമാനവും ഭാരതത്തിന് വെളിയിലും ശ്രദ്ധ നേടിയ ഒരു ക്ഷേത്രമുണ്ട്, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ യൂട്യൂബിലൂടെ കേട്ടതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ പോവുകയും ആ ക്ഷേത്രം നേരിട്ട് സന്ദർശിക്കുകയും ആ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഇടയുണ്ടായത്. കോട്ടയം രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ക്ഷേത്രത്തിന്റെ പ്രചാരം നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ വചനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനെയും മതാചാരങ്ങളെയും ഒക്കെ കുറിച്ച് വളരെ ഉത്കൃഷ്ടമായ ധാരാളം പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവർ നമ്മെ പറഞ്ഞ് ആവക വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ സിമ്പിളായ ഭാഷയിൽ സംഗതികൾ പറഞ്ഞു തരുന്നതിൽ അദ്ദേഹത്തിന്റെ വൈഭവം വളരെ ഉന്നത ശ്രേഷ്ഠത്തിൽ ഉള്ളത് തന്നെയാണ്. നമ്മുടെ സംസ്കാരം തന്നെയാണ് ലോക സംസ്കാരങ്ങളിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത്. ഹൈന്ദവ ധർമ്മത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. ലോകത്താകമാനമുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്ന്, വിവിധ മതങ്ങളിൽ നിന്ന്, വിവിധ ധർമ്മങ്ങളിൽ നിന്ന് ഭാരതത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംസ്കാരങ്ങളെ, വിവിധ മതങ്ങളെയൊക്കെ നമ്മൾ വളരെ അനുഭാവപൂർവവും വളരെ സ്നേഹസമ്പുഷ്ടമായ രീതിയിലുമാണ് ആ മതങ്ങളെയെല്ലാം സ്വാഗതം ചെയ്തിട്ടുള്ളത്. വിവേകാനന്ദൻ, സന്യാസിയും മനുഷ്യനുമായിരുന്ന വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയാണ് ഞാൻ പറഞ്ഞത്. മതത്തിന്റെ പേരിൽ വൈദ്യം നിലനിൽക്കുന്ന ലോകത്താകമാനം സംഘടനകളും വൈദ്യം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിലോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടോ ഭാരതം ഒരിക്കൽ പോലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയോ ഒരു രാജ്യത്തിനെതിരെ അഭിപ്രായം പറയുകയോ ഒരു മതത്തിനെതിരെ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വസ്തുതയാണ്. അതിന്റെ അംഗീകാരവും മഹത്വവും ഭാരതത്തിൽ ലോകത്താകമാനം ഭാരതത്തിനുണ്ട് എന്നുള്ളത് എടുത്തു കാണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ വനിതാ സംഗമം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ശാക്തീകരണമാണ്. ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല കാലഘട്ടങ്ങളിലും സ്ത്രീകളെ ശാക്തീകരണ വേദത്തിലേക്ക് കൊണ്ടുവരേണ്ട അനിവാര്യത വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുകയാണ്. ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിനോടൊപ്പം ഭാര്യയും ചിതയിൽ ചാടി മരിക്കണം എന്ന ഒരു വ്യവസ്ഥിതി ഭാരതത്തിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു കാലയളവിൽ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി, നവോത്ഥാന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന രാജാറാം മോഹൻ റായിയെ പോലുള്ള വിശിഷ്ട വ്യക്തികളാണ് തല നൃത്തം ചെയ്യുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. അപ്പൊ അത് നാം മനസ്സിലാക്കേണ്ടത് എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകളുടെ ശാക്തീകരണം, സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചെയ്യാനുള്ള ബാധ്യത നാം ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സദസ്സിനും ഒരു സഭയിലും വെച്ച് സ്ത്രീത്വത്തെ അഭിമാനിക്കാൻ പാടില്ല. പൊതുനിരത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും എല്ലാ സ്ഥലങ്ങളിലും നിയമം മൂലവും നിയമമില്ലാതെയും ഒക്കെ പരിപൂർണമായും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം എന്ന
ഒരു മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും ഇത്തരം സദസ്സുകൾ രൂപീകരിക്കുന്നതിന് നാം തയ്യാറാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ എന്താണ്, ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതാ പോരെ, തൊഴുതിട്ട് പോയാൽ പോരെ, അയ്യപ്പനെ കണ്ട് വണങ്ങിയിട്ട് നീരാഞ്ജന വിളക്ക് നടത്തിയിട്ട് പോയാൽ പോരെ, എന്തിനാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് എവിടെ നിന്നെങ്കിലും ഒരു ചോദ്യം ഉണ്ടായാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുമതത്തിന്റെ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിനും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആചാരമര്യാദകളെ പരിപൂർണമായും മടങ്ങുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലൂടെയാണ് നാം എല്ലാവരും മുമ്പോട്ട് പോകേണ്ടത്. ഇത്തരത്തിലുള്ള സദസ്സുകൾ, ജ്ഞാന സദസ്സുകൾ അതിനുകൂടി ഉയർന്നുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ബഹുമാന്യനായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ DGP ആയിട്ട് റിട്ടയർ ചെയ്ത നമ്മുടെ ഹൈന്ദവ ദാർശനിക ഭാവങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്കൃഷ്ടമായ നിലയിൽ സംസാരിക്കുന്നതിന് ദൈവാനുഗ്രഹം കൊണ്ട് പ്രാപ്തി ലഭിച്ചിട്ടുള്ള സമാരാധ്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPSനെ നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ വേദിയിൽ സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളട്ടെ. ഭദ്രദീപം പ്രകാശം ചെയ്തതിനു ശേഷം അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഷട്ടാവും. അതിന് പ്രത്യേക കണ്ണാടിയും വെച്ചത്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശ സമിതി ഉത്സവ കമ്മിറ്റി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ സംഘവും മാതൃബന്ധവും ഇപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ IPS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം മാതൃസംഘം നടത്തിയും വനിതാ സംഘത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതാണ്. സാറിന് അവിടെ ഇരുന്ന് പ്രസംഗിക്കാനുള്ള മൈക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. സാർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ല, നിൽക്കാൻ പാടാം. പിന്നെ സാറിന് 78 മറിയാതില്ല. ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ, വേദിയിൽ ഉപേക്ഷയായ ശ്രേഷ്ഠ വ്യക്തികളെ, ജനപ്രതിനിധികളായ പഞ്ചായത്ത് മെമ്പർമാരെ, ഇവിടെ സോക്സിനെ അലങ്കരിക്കുന്നവരുമേ,
വളരെ ദൂരെ തന്നെ കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വനിതാ സംഗമം നടക്കുകയാണ്. ആ വനിതാ സംഗമം സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദ്യമായി പ്രഖ്യാപിക്കുന്നു. ഈ ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രമായിരുന്നു. 1000 വല്ലികളുടെ അല്ലെങ്കിൽ 1000 സ്ത്രീകളുടെ പേരിൽ 1000 സ്ത്രീകൾ ഒത്തുകൂടിയ പുരാണത്തിലെ പ്രസിദ്ധമായ കഥയിൽ നിന്നാണ് ഈ ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രമായത്. ആ ആയിരവല്ലി ക്ഷേത്രമാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞയ്യപ്പ ക്ഷേത്രമായി മാറിയത്. ആയിരവല്ലി ക്ഷേത്രം എന്ന് വിളിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ പ്രസിദ്ധമായ ഭാഗം അരങ്ങേറുന്ന ഒരു ക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ലോകത്തിൽ സ്ത്രീകൾ എപ്പോഴും 2ാം സ്ഥാനക്കാരായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ആ സങ്കല്പം മാറ്റിയെടുത്തത് ഹിന്ദുമതമാണ്. അതെങ്ങനെയാണ് മാറ്റിയെടുത്തത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ ആദ്യമായി ഉണ്ടായത് മതങ്ങളായി. ആ മതങ്ങളിൽ സ്ത്രീക്ക് സ്ഥാനം കൊടുത്തില്ല. ലോകത്തിലെ മതങ്ങളുടെയൊക്കെ ഈശ്വരൻ പുരുഷനാണ്. യഹൂദന്മാരുടെ ദൈവം യാവേ പുരുഷനാണ്. ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തു പുരുഷനാണ്. മുസ്ലിങ്ങളുടെ അള്ളാഹു പുരുഷനാണ്. എന്നാൽ ലോകത്തിൽ ആദ്യമായി സ്ത്രീക്ക് ഈശ്വരനാകാം എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഹിന്ദുമതമാണ്. ദേവൻ, ദേവി, അങ്ങനെ ഈശ്വരൻ സ്ത്രീഭാവത്തിൽ പ്രത്യക്ഷപ്പെടാം, ദേവിയാവാം എന്ന് ലോകത്തെ ആദ്യം പഠിപ്പിച്ചത് ഹിന്ദുമതമാണ്. മറ്റു മതങ്ങളിൽ പുരോഹിതന്മാർ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പുരോഹിതരാവാൻ പറ്റില്ല. ഹിന്ദുമതത്തിൽ സ്ത്രീകൾക്ക് പുരോഹിതരാവാം. സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നു. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ 12 വയസ്സ് തൊട്ട് 24 വയസ്സുള്ള ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് അവിടെ ഇരുന്ന് ആരാധിക്കപ്പെടുന്നത്. ലിംഗപൂജ പോലെ യോനി പൂജ ലോകത്തിൽ ആദ്യമായി ഹിന്ദുമതം ലോകത്തിലുള്ള സംഭവമാണ്. അതുവരെ ദൃഷ്ടം എന്ന് പറഞ്ഞ സാധനമാണ് യോനി പൂജ. 7000 കൊല്ലത്തിന് മുമ്പ് സൈനവത്തിലെ സംസ്കാരത്തിൽ പോലും യോനി പൂജയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മതം സ്ത്രീയെ 2ആയി കണ്ടുവെങ്കിൽ ഹിന്ദുമതം സ്ത്രീയെ തുല്യമായി കണ്ടു. ഈശ്വരൻ സ്ത്രീയെ വരുമെന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് സാഹിത്യം വന്നപ്പോൾ സ്ത്രീയെ പര്യാവരണത്തിൽ തന്നെ കെട്ടിയിരിപ്പിക്കാൻ തുടങ്ങി. അബല, ചബല, മൃദുല എന്നൊക്കെ പേരുണ്ട്. അബല ബലമില്ലാത്തവൾ, ചബല സ്വഭാവമുള്ളവൾ, മൃദുല ശരീരത്തിന് തീരെ കട്ടിയില്ല, വെറും സിമ്പിൾ മൃദുല എന്നൊരു. എന്തിനാണ് സ്ത്രീകളുടെ മനസ്സിൽ തന്നെ അവർ ചെറുപ്പത്തിലെ അബലകളാണ്, നിങ്ങൾ ബലം കുറഞ്ഞവരാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വള്ളത്തോ അവരുടെ കോരിയിൽ മറ്റെല്ലാം കളിക്കാത്ത കുറച്ച് മാറ്റി പറയണം. പക്ഷേ വൈലോപ്പള്ളി രമണൻ എന്ന കാവ്യം എഴുതി. അതിൽ വൈലോപ്പള്ളി പറയുകയാണ്, നാരികൾ നാരികൾ നാശബിംബത്തിൻ്റെ നാരായവേദികൾ നാരകീയ അഗ്നികൾ. വൈലോപ്പള്ളി പറഞ്ഞത് സാഹിത്യത്തിന് ഇങ്ങനെയാണ്. അറബി ഭാഷയിലെ പ്രസിദ്ധമായ ഒരു കാവ്യമുണ്ട്. തുടങ്ങുന്ന ഫസ്റ്റ് സെൻറ്റൻസ് എന്നറിയാമോ? ഒട്ടകത്തെയും ഭാര്യയും എല്ലാ ദിവസവും അടിക്കണം. ക്യാമൽ ആൻഡ് മുഹമ്മദ് ബീറ്റർ എവരിഡേ കാവ്യത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ്. ഇത് സ്ത്രീ വിരുദ്ധമായ ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ദൈവതന്ത്രാജ് ശരീരം വിക്രയിലാണ്. പുരുഷനെ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ കൈക്കും കാലിലൊക്കെ നല്ല ബലം കൊടുത്തു. അതുകൊണ്ട് പുരുഷൻ ആ ബലം ഉപയോഗിച്ച് സ്ത്രീ അമർത്തിയാൽ നോക്കി. പക്ഷേ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മസിൽ ദൈവം പുരുഷന് കൊടുത്തോ? ഇല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള മസിൽ സ്ത്രീയുടെ ഗർഭപാത്രമാണ്. സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് പുരുഷന്റെ ഏറ്റവും കട്ടിയുള്ള മസിലിന്റെ കാഴ്ചയുടെ മസിലിന്റെ 2 ഇരട്ടി ബലമാണ്. 3-4 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ
സുഖമായിട്ട് 9 മാസം കൊണ്ട് അവിടെ പ്രസവിക്കാൻ സ്ത്രീക്ക് പറ്റുന്നത് ഏറ്റവും ശക്തിയുള്ള മത്സരം സ്ത്രീ കൊടുക്കുന്നതാണ്. ഇങ്ങനെ ചരിത്രത്തിൽ സ്ത്രീകളെ 2ാം സ്ഥാനത്ത് ബോധപൂർവ്വം മാറ്റിക്കൊണ്ടിരുന്നു. ഇത് മാറുന്നത് ഹിന്ദുമതം കൊടുത്ത ദർശനത്തിലൂടെയാണ്. ഹിന്ദുമതം എങ്ങനെയാണ് സ്ത്രീയെ ഉദ്ധരിച്ചത്? ഏറ്റവും ആദ്യം ദേവീ സങ്കല്പത്തിലൂടെ ഈശ്വരൻ സ്ത്രീയാവാം എന്ന് പഠിപ്പിച്ചു. സ്ത്രീയുടെ ജനനേന്ദ്രിയൻ യോനി ആരാധനയുടെ ഭാഗമായി യോനി ആരാധനയിലൂടെ ഹിന്ദുമതം പ്രചരിപ്പിച്ചു. അതിനുശേഷം മഹത്തായ സാഹിത്യ കൃതികളുണ്ടായി, മതഗ്രന്ഥങ്ങളുണ്ടായി. അതിലേറ്റവും ആദ്യത്താണ് ഋഗ്വേദം ഉൾപ്പെട്ട ഗ്രന്ഥങ്ങൾ. അവിടെ മഹർഷിമാരായ ലോപാമുദ്ര ഉൾപ്പെടെ എത്ര സ്ത്രീകളാണെന്നറിയാം. മഹർഷിമാർക്കൊപ്പം സ്ത്രീയായി കണക്കാക്കപ്പെടുന്ന സ്ത്രീ ലോപാമുദ്ര ഒരാളാണ്. ഇങ്ങനെ സ്ത്രീകൾക്ക് മധ്യസ്ഥാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രുതികളും സ്മൃതികളുമായി ഋഗ്വേദവും വേദങ്ങളും ഓർക്കപ്പെടുക. അതിന്റെ ഭാഗമായി വന്ന അവസാന സ്മൃതിയാണ് മനുസ്മൃതി. മനുസ്മൃതിയിലെ ഒരു വാചകം തെറ്റായിട്ടാണ് ചൊല്ലിക്കേൾപ്പിക്കുന്നത്. പിതോ രക്ഷത് കൗമാരെ പത്രോ രക്ഷത് യൗവനെ പുത്രോ രക്ഷത വാർത്തയ്ക്ക് നാം സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അവിടെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹതയില്ലേ എന്നാണ് മനുസ്മൃതി ചോദിച്ചത്. നമ്മുടെ അക്കമലത്തേക്ക് ചോദിച്ച് ഞാൻ എടുക്കുക. അപ്പൊ എന്ത് പറ്റി? പിതാവ് ചെറുപ്പത്തിൽ, ഭർത്താവ് യൗവനത്തിൽ, വാർദ്ധക്യത്തിൽ പുത്രൻ സംരക്ഷിച്ചോണം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയില്ല. ക്വസ്റ്റ്യപ്പെടുത്ത് മാറ്റി ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് പദ്ധതി എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർഹതയുടെ അവിടെ ഈ ലോങ് ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹതയില്ലേ എന്ന് മനസ്സിൽ ചോദിച്ചത് ആശാമാരെ ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുന്നത് തെറ്റായി വ്യാഖ്യാനിച്ചു. അതേ മനുസ്മൃതിയിൽ സ്ത്രീകളെ പറ്റി ഏറ്റവും വലിയ ശ്ലോകം എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? എത്രയേ നാര്യസ്തു പൂജ്യന്റെ ദേവന്റെ തത്രദേവതം. എവിടെയൊക്കെ സ്ത്രീകൾ ആരാധിക്കപ്പെടുമോ അവിടെ ദൈവങ്ങൾ വന്ന് താമസിക്കും. എത്രയേ നാര്യസ്തു പൂജ്യന്റെ ദേവന്റെ തത്രദേവതം. സ്ത്രീകളെ പൂജിക്കുന്ന വീടുകളിൽ ഈശ്വരൻ വന്ന് താമസിക്കും. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടതാണ്, അവൾ പൂജിക്കപ്പെടേണ്ടതാണെന്ന് മനുസ്മൃതി പറഞ്ഞു. എത്രയേ നാര്യസ്തു പൂജ്യന്റെ ദേവന്റെ തത്രദേവതം. വേദങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ രാമായണം വരികയാണ്. രാമായണത്തിന്റെ ജീവിതം എന്താണ്? ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സീതാദേവിയുടെ സ്വാതന്ത്ര്യം രാവണൻ തട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അന്തപ്പുറത്ത് താമസിച്ചു. രാവണൻ സീതയെ ഉപദ്രവിച്ചിട്ടില്ല, താമസിപ്പിച്ചു. എന്നിട്ട് ജയിലിട്ടോ ഇല്ല. കൊട്ടാരത്തിന്റെ ഭാഗമായി അശോകവനത്തിൽ ഒരു ഓപ്പൺ ജയിലാണ് ഇട്ടത്. സീതയ്ക്ക് അവിടെ സഞ്ചരിക്കാം. അപ്പൊ അശോകവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശോകത്തെ ഇല്ലാതാക്കുന്നതാണ് അശോക വൃക്ഷം എന്ന് പറയുന്നത്. ദുഃഖത്തെ ഇല്ലാതാക്കുന്ന അശോക വൃക്ഷത്തിന് ചുവട്ടിലാണ് സീതാദേവി ഇരുന്നത്. രാവണൻ അനിയൻ വിഭീഷണോട് പറഞ്ഞു, നിന്റെ ഭാര്യയിലെ ആ ഭാര്യയെ നീ സീതാദേവിയോട് സംസാരിക്കാൻ, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലവാകണം. അങ്ങനെ വിഭീഷണൻ തന്റെ ഭാര്യയായ സരമയോട് പറഞ്ഞു, നീ പോയി സീതാദേവിയുടെ അടുത്തിരുന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കഥകളൊക്കെ പറഞ്ഞിരുന്നോണം. അങ്ങനെ സരമ വന്നിട്ട് സീതാദേവി സന്തോഷിപ്പിച്ച് അശോകവനത്തിൽ ചെലവഴിച്ചു നമ്മൾ രാമായണത്തിൽ വായിക്കാം. ഈ രാമായണവുമായി ബന്ധപ്പെട്ട സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അത്ഭുത കഥ നിങ്ങൾ ചടയോടെന്ന് പറയുന്നുണ്ട്. ജഡോയ് മംഗലം പാണ്ഡയുടെ കഥ. സ്ത്രീയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ജഡോയിൽ കയറി രാവണനെ എതിർത്തു. സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ജഡായു രംഗത്തു. ആ ജഡായുവിന്റെ ചിറക് വെട്ടി താഴെയിട്ടിട്ടാണ് രാവണൻ കൊണ്ടുപോയത്. നിങ്ങൾ ഈ ജഡായുവിനെ വെട്ടി താഴെയിടുന്ന രംഗം രവിവർമ്മ വരച്ചിട്ടുണ്ട്. ആ ചിത്രം രസകരമായി മനസ്സിലാക്കാനുള്ളതാണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രം 1902 കത്തി കഴിഞ്ഞപ്പോൾ അവിടെ നെയ്യിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ പുല്ല്
വിതച്ചിരിക്കുക. ആ പുല്ല് വേഗം ഉണങ്ങി, മകരമാസത്തിൽ ഉണങ്ങി കിടന്ന ആ പുല്ലിന് മണ്ടയിലോട്ട് ഈ നെയ്യ് കത്തിയെത്തി ആളി കത്തി അമ്പലം കത്തി നശിച്ചു. അത് ടെൻഡർ വിളിക്കാനായിട്ട് ശ്രമിച്ചു. ഹിന്ദുക്കളാരും ടെൻഡർ എടുത്തില്ല. അവസാനം ടെൻഡർ എടുത്തത് കുളത്തിറക്കൽ കൊച്ചുമ്മനാണ്. എൻ്റെ അപ്പൻ്റെ അനിയൻ കല്യാണം കഴിച്ച ആൻറ്റിയുടെ അങ്കിളാണ് ക്ഷേത്രം പുതുക്കപ്പെടിയ ടെൻഡർ എടുത്ത് ഒന്നാം ഭാഗം പണി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് തൊഴിലാളികൾക്കാരാണ് മലേറിയ ഉണ്ടായിരുന്നു. അത് വിളിച്ച് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഭാര്യയിൽ കംപ്ലൈൻറ്റ് ചെയ്തു. ഭാര്യയ്ക്ക് തൊഴിലാളികൾ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഭാര്യ എന്ത് ചെയ്തു? വടക്കേ തലയ്ക്കലെ സക്രിയക്കത്തനാരോട് ക്ഷേത്രം പുതുപ്പണിയാൻ പറഞ്ഞു. മാവേലിക്കൽ ഓർത്തഡോക്സുകളുടെ വികാരിയായിരുന്ന പുരോഹിതൻ അദ്ദേഹമാണ് ശബരിമല ക്ഷേത്രം പുതുക്കിപ്പണിയത്. അത് രണ്ടുപേരും എൻ്റെ ബന്ധുക്കളാണ്. ശബരിമല ക്ഷേത്രം പുതുക്കിപ്പണിത് രണ്ടുപേരും. അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ പൈസ കിട്ടാൻ വേണ്ടി ഓണത്തിറക്കലെ കൊച്ചുമൺതറകൻ രാജകൊട്ടാരത്തിന് അപ്പോൾ രാജരൈവറും എനിക്കുണ്ടായിരുന്നു. രാജരൈവറും പറഞ്ഞു, എനിക്കൊരു ചിത്രത്തിന് മോഡൽ വേണമായിരുന്നു, അങ്ങനെയൊന്നും ഇരുന്ന് തരാമോ? അദ്ദേഹം ചോദിച്ചു, ഇരുന്ന് തരാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അങ്ങയുടെ നന്ദവല്ലേ ഇവിടുത്തെ പാർവതിനാഥ് സമ്പ്രാട്ടി ലക്ഷ്മീനാഥ് സമ്പ്രാട്ടി അങ്ങൊന്നും പറഞ്ഞില്ല, എനിക്ക് പൈസ ഒന്ന് വാങ്ങിച്ചപ്പോൾ പുള്ളിയെ രാജാദേവമ്മ ജടായുവിന് വെട്ടുന്ന പടം വരച്ചത് എൻ്റെ ആൻറ്റിയുടെ അങ്കിളായ കൊച്ചുമുണ്ടനാണ്. രാവണനായിട്ട് വെട്ടാൻ നിൽക്കുന്ന എൻ്റെ ആൻറ്റിയുടെ അങ്കിളായ കൊച്ചുമുണ്ടനാണ് ഈ രാജാദേവൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രം ജടായുവിനെ പാർലമെൻ്റൊക്കെ ഒത്തുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പടപൊരുതി ജടായുവിൻ്റെ പേരിൽ ജടായു മംഗലം പാറ നിലോപ്രസ്ഥാനം അമേരിക്കയിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരെ തടയണത്ത് ജടായുമംഗലം പാറക്കാർ. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 600 അടി പൊക്കമാണ്. അതിൻ്റെ 2 ഇരട്ടിയാണ് ജടായുമംഗലം പാറയുടെ പൊക്കം, 1100 അടി. അവിടെ തായ്മാർക്ക് പോലും ജടായുമംഗലം കയറുന്ന വലിയ രസകരമായ സംഭവമാണ്. ഇപ്പോൾ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട രാമായണ കഥയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ജടായുവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിലനിൽക്കുകയാണ്. രാമായണം കഴിയുമ്പോൾ രണ്ടാമത്തെ വലിയ ഇതിഹാസം അത് വേദവ്യാസം രചിച്ച മഹാഭാരത കഥയാണ്. വേദവ്യാസം രചിച്ച മഹാഭാരത രചിച്ച വേദവ്യാസനോട് ശിഷ്യൻ വൈശമ്പായനൻ ചോദിച്ചു, ഗുരു, ഭൂമിയിൽ എവിടെയെങ്കിലും ഈ സ്വർഗത്തിൻ്റെ അംശം പോലെ ഇരിപ്പുണ്ടോ? വേദവ്യാസൻ പറഞ്ഞു, വൈശമ്പായന, ഭൂമിയിൽ സ്വർഗമുണ്ട്, അത് അമ്മയുടെ കാൽപ്പാത്തിലാണ്. അമ്മയുടെ കാൽപ്പാത്തിലാണ് ഭൂമിയിലെ സ്വർഗം. വേദവ്യാസൻ ചെല്ലുമ്പോഴത്തേക്ക് പാരസം വെച്ച് പാട്ടിട്ട് പോയി. അമ്മയാണ് ഈ വേദവ്യാസനെ പറഞ്ഞുകൊണ്ട് വന്നത്. അതുകൊണ്ട് അമ്മയാണ് അമ്മയുടെ കാൽപ്പാതം. പ്രവാചകൻ മുഹമ്മദ് നബി അറബിലേക്ക് താമസിക്കുക. പ്രവാചകനോട് ശിഷ്യന്മാർ ചോദിച്ചു, പ്രവാചക, ഭൂമിയിൽ എവിടെയെങ്കിലും ഈ സ്വർഗത്തിന് അംശമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, അമ്മയുടെ കാൽപ്പാത്തിനടിയിലാണ് ഭൂമിയിലെ സ്വർഗം. വേദവ്യാസനും പ്രവാചകൻ മുഹമ്മദ് നബി ജീവിച്ചിരുന്നത് ഒരു 3500 വർഷങ്ങളുടെ വ്യത്യാസം. രണ്ടുപേരും ജീവിച്ചിരുന്നത് 5000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്ഥലം. പക്ഷെ വേദവ്യാസനും പ്രവാചകൻ മുഹമ്മദ് നബി ഒറ്റ കാര്യം പറയുന്നത്, ഭൂമി എവിടെയെങ്കിലും സ്വർഗമുണ്ടെങ്കിൽ അമ്മയുടെ കാൽപ്പാത്തിനടിയിലാണ്. അതാണ് അമ്മയുടെ സ്ഥാനം. വേദവ്യാസം കൊടുത്ത അത്ഭുതകര സ്ഥാനം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, നമുക്കിവിടുന്ന് പോകാനേ ഒരുപാട് മാർഗമുണ്ട്. സ്വച്ഛന്ദം നിർത്തിവധിക്കാം, നമ്മൾ ആക്സിഡന്റിൽ കൊല്ലപ്പെടാം, വല്ലവർക്കും നമ്മളെ കൊല്ലാം, നമുക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാം, പല പല പരിപാടികളെടുത്ത് പോകാൻ. പക്ഷെ ഭൂമിയിലേക്ക് വരാൻ ഒറ്റ മാർഗമുള്ളൂ, അമ്മയുടെ ഗർഭവാസം. അതില്ലാതെ വീട്ടിൽ ഭൂമിയിൽ വരാൻ പറ്റില്ല. ആ ഗർഭവാസത്തെ നമ്മളെ 10 മാസം തുറന്ന് വേദനയോട് പ്രസവിച്ച് മലമൂത്ര പുസ്തകത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ നിലയിൽ എത്തിച്ചത് അമ്മയാണ്. അമ്മ ആരാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് മലയാളിയായി ജനിച്ചതിൻ്റെ മഹാനായ മനുഷ്യൻ ശങ്കരാചാര്യൻ. അദ്ദേഹം അമ്മയോട് പറഞ്ഞു, ഞാൻ സന്ദർശിക്കാൻ പോയാലും അമ്മയുടെ മരണമാകുമ്പോൾ ഞാൻ എത്തും.
കാശിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദർശനം ഉണ്ടായി. അമ്മ മരിക്കുമ്പോൾ ശങ്കരാചാര്യ തിരിച്ച് നേരെ കാലയിലെത്തി അമ്മയുടെ അടുത്തേക്ക്. അമ്മയോട് ശങ്കരാചാര്യ ചോദിച്ചു, അമ്മയ്ക്ക് ഭൂമിയിൽ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ബാക്കി? അദ്ദേഹം പറഞ്ഞു, അമ്മ പറഞ്ഞു, എനിക്ക് പരമശിവൻ എന്ന് കാണണം മോനെ, പരമശിവൻ. ശങ്കരാചാര്യ പറഞ്ഞു, ഇതെന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരുന്നു. ഒരമ്മ ഒരു കുഞ്ഞിന് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പകരം തുല്യമായി ചെയ്യാൻ ആ മകൻ ചക്രവർത്തിയായാലോ കോടീശ്വരനായാലോ കഴിയുകയില്ല. ശങ്കരാചാര്യ പ്രസിദ്ധമായ മാതൃസ്തോത്രം, അമ്മ ആരാണെന്നുള്ള സ്തോത്രം കണ്ണീരോടുകൂടി അല്ലാതെ വായിക്കുന്നു. ആ സ്തോത്രം ചൊല്ലിയ ശേഷം പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം പറഞ്ഞുകൊടുക്കുന്നു, ഈ പരമശിവനെ കാണും. ശങ്കരാചാര്യ ഞാനിപ്പോൾ ശ്ലോകം ചൊല്ലാൻ പോവാണ്. അപ്പോൾ അമ്മ കണ്ണു തുറന്നാൽ മതി, പരമശിവനെ കാണണം. ശങ്കരാചാര്യ തന്റെ പ്രസിദ്ധമായ സ്തോത്രം ചൊല്ലാൻ മതി. ബ്രഹ്മസൂത്ര ആദ്യം ചൊല്ലി അമ്മ കണ്ണു തുറന്നു ബ്രഹ്മാവ് കണ്ടു. അമ്മ വിചാരിച്ചേ ഞാൻ പരമശിവനെ കാണുന്നുണ്ട്, ബ്രഹ്മാവ് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് ശങ്കരാചാര്യ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗതാചക്രപാണി. അപ്പോ വിഷ്ണുഭഗവാൻ അമ്മ വിചാരിച്ച പരമശിവനെ കാണാൻ വിഷ്ണുഭഗവാനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യ മഹാദേവ സ്തോത്രം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ പരമശിവൻ ഇഷ്ടപ്പെട്ടു. സ്തോത്രം നിന്നപ്പോൾ പരമശിവനാണ് വിശ്വാസം. അമ്മ പറഞ്ഞു, തീർച്ചയായും മോനെ, ഞാൻ പരമശിവനെ മാത്രമേ കാണണമെന്ന് ആവശ്യപ്പെട്ടുള്ളൂ. എൻ്റെ ഭർത്താവ് ശിവഗുരുവായി നിനക്ക് എന്നെ സങ്കരാന്ന് ചെയ്തിട്ടു മഹാദേവന്റെ പേരായിട്ട്. നീ മഹാദേവനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ നീ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹാദേവനെ കാണിച്ചില്ലേ? ശങ്കരാചാര്യ പറഞ്ഞു, അമ്മയുടെ ബുദ്ധിശക്തിയിലാണ് ഇത് മൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മൂന്നും ഒരേ ദൈവത്തിൻ്റെ 3 ഭാവമാണ്. അതുകൊണ്ടാണ് അമ്മ ഞാൻ മൂന്ന് കാണിച്ചത്. കാരണം അമ്മയേക്കാൾ വലുതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. അങ്ങനെ സ്തുതിച്ചിട്ട് മാതൃത്വത്തിൽ സ്തുതിക്കുകയാണ്. സ്ത്രീ ആരാണ്, അമ്മ ആരാണെന്ന് ആ ലോകത്തിൽ മനസ്സിലാവും. അമ്മയ്ക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്ത വേദവ്യാസൻ മഹാഭാരതം എഴുതുകയാണ്. ആ മഹാഭാരതത്തിൽ പാഞ്ചാലി എന്ന സ്ത്രീയെ വസ്ത്രാക്ഷരം ചെയ്യുന്നത് വേണം. വസ്ത്രാക്ഷരം ചെയ്യാൻ വേണ്ടി ദുര്യോധന ഉത്തരവിട്ടപ്പോൾ ദുര്യോധനത്തിന് മുമ്പിൽ പാഞ്ചാലി എഴുതുന്നത് പറഞ്ഞു, ദുര്യോധന നീ രാജാവ്, പക്ഷെ ഞാൻ ചോദിക്കുന്ന 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, എന്നിട്ട് എന്നെ കരുത്തോടാവും. ദുര്യോധന എന്താ ചോദ്യം? പാഞ്ചാലി പറഞ്ഞു, ഇവിടെ പണയം വെച്ചിരിക്കുകയാണ്. പണയം വെച്ചിട്ട് എന്നെ പണയം വെച്ചതെങ്കിൽ പറയുന്നു, വസ്തുക്കളെ മാത്രമേ പണയം വെക്കാൻ പറ്റുള്ളൂ, ഒരു സ്ത്രീയെ പണയം വെക്കാൻ പറ്റുള്ളൂ. ഇത്ര പറയാൻ പറഞ്ഞു. ഫോണിനകത്ത് കുതിരയെ പണയം വെക്കാം, രാജ്യം പണയം വെക്കാം, തേര് പണയം വെക്കാം, സ്ത്രീയെ പണയം വെക്കാൻ പറ്റുമോ? ദുര്യോധനൻ ഭീഷ്മനോട് ചോദിച്ചു, സ്ത്രീകളെ പണയം വെക്കാൻ പറ്റുമോ? ദുര്യോധനൻ ഭീഷ്മൻ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ഉത്തരം പറയാൻ പറയാത്ത. രണ്ടാമത് പാഞ്ചാലി ചോദിക്കുകയാണ്, ഇവിടെ പണയം വെച്ചത് എന്താണ്? സ്വാതന്ത്ര്യം. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം പണയം വെക്കാൻ പറ്റുമോ? അവിടെ ഉത്തരം കിട്ടിയില്ല. സ്ത്രീയെ പണയം വെക്കാവുന്ന ഉത്തരവില്ല, സ്വാതന്ത്ര്യം പണയം വെക്കാവുന്ന ഉത്തരവില്ല. മൂന്നാമത് പാഞ്ചാലി ചോദിച്ചു, എന്റെ ഭർത്താവ് പണയം വെച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ്. ഭാര്യയെ പണയം വെക്കാൻ ഭർത്താവിന് അവകാശമുണ്ട്. ഐ എം നോട്ട് ഹിസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഐ എം മാരീഡ് ഔട്ട് ഓഫ് വിൽ. ആ വില്ലിനപ്പുറത്തായിട്ട് ഭാര്യനുണ്ടെങ്കിൽ ഭർത്താവിനോട് അവകാശമുണ്ടോ? യാതൊരു അവകാശമില്ല. അതിനും ഉത്തരം പറയാൻ പാണ്ഡവത്തിന്റെ ആളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് പാഞ്ചാലി ഉത്തരാക്ഷരം ചെയ്യുന്നത്. സ്ത്രീ ആരാണെന്നുള്ളതിന് പാഞ്ചാലി ചോദിച്ചാൽ 3 ചോദ്യമുണ്ടല്ലോ മഹാഭാരതത്തിൽ. അതാണ് സ്ത്രീ ആരാണെന്നുള്ള മഹാഭാരത ദർശനം. അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ ദർശനം കൊണ്ട് കഴിയുമ്പോഴാണ് പുരാണങ്ങളുടെ കാലഘട്ടം വരുന്നത്. 18 പുരാണങ്ങളുണ്ട്. ഒരു പുരാണം ദേവി ഭാഗവതം. ദേവി ആരാ, സ്ത്രീ ആരാ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഭാഗവതമാണ് ദേവി ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിൽ വിഷ്ണു ഭഗവാന്റെ ദശാവതാരം കഥ പറയുകയാണ്. മത്സ്യം, കൂർമ്മം,
വരാഹം നരസിംഹം വാമനൻ രാമോ രാമത്ത് രാമ കൃഷ്ണ കൽക്കി. എന്നാൽ ദേവി ഭാഗവതത്തിൽ ദേവിയുടെ ദശാവതാര കഥ പറയുക. ആ ദേവിയുടെ ദശാവതാര കഥ മനസ്സിലാക്കിയെങ്കിൽ സ്ത്രീ ആരാണ് എന്ന് ഹിന്ദുമതത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലാവും. ദേവി ഭൂമിയിലേക്ക് അവതരിക്കാൻ പോകുമ്പോൾ ദേവിയോട് ചോദിച്ചു, ദേവി, ഞാൻ ഈ ഭൂമി പോയിട്ടുണ്ട്, മത്സ്യമായിട്ട് ആമയായിട്ട് പന്നിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നീ ഒരിക്കലും മൃഗമായി ഈ ഭൂമി പോവാതെ, നീ ഒരു സ്ത്രീയാണ്, നീ അതൊന്ന് മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ ഈ ഭൂമി പോവാവൂ. ഭഗവതി എങ്ങനെ? അതായത് ദേവിയാവുമ്പോൾ പോലും സ്ത്രീയുമല്ലാത്തൊരു രൂപം ദേവി എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ദേവി മനുഷ്യരൂപത്താണ് 10 വർഷം വരുന്നത്. അപ്പോൾ ആദ്യമായി ദേവി ഭൂമിയിലേക്ക് വരാൻ പോവാം. ദേവി ആലോചിച്ചു എന്തായിട്ട് പോകണം. അങ്ങനെ ദേവി ഒന്നാമത്തെ അവതാരമായി തെരഞ്ഞെടുക്കുന്നത് ജ്ഞാനേശ്വരി എന്ന അവതാരം. തിരുപ്പുര രാജാവിന്റെ ഭാര്യയായി ഭഗവതി ജ്ഞാനേശ്വരിയായി വരികയാണ്. അതുകൊണ്ടാണ് ദേവിയെ സ്തുതിക്കുമ്പോൾ ത്രിപുര സുന്ദരി ദർശനലഹരി നമ്മൾ പാടും. ഭഗവാൻ ചോദിച്ചു, എന്താ ഭഗവതി നീ ജ്ഞാനേശ്വരിയിലേക്ക് വന്ന് വിശ്വേശ്വരിയിലേക്ക് വന്നു? ഭഗവതി പറഞ്ഞു, ലോകത്തിലൊരു മനുഷ്യന്റെ അറിവ് തുടങ്ങുന്നത് അമ്മ കൊടുക്കുന്ന അറിവിൽ നിന്ന്. അമ്മ ആദ്യമായി കുട്ടിക്ക് എഴുന്നേൽക്കാൻ എന്ത് ചെയ്യണം, പാല് കുടിക്കാൻ എന്ത് ചെയ്യണം, കക്കൂസി പയത്തൊക്കെ ചെയ്യണം, കിടക്കാൻ എഴുന്നേൽക്കാൻ എന്തൊക്കെ അവിടെ ചെയ്യണം, പഠനം കൂടി എങ്ങനെ അറേഞ്ച് ചെയ്യണം, ആദ്യം പഠിപ്പിക്കുന്ന ആരാണ്? അമ്മ. മനുഷ്യന്റെ അറിവിന്റെ തുടക്കം അമ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ചതുർഗുരുക്കന്മാരുടെ പേര് പറയുമ്പോൾ മാതാ, പിത, ഗുരു, ദൈവം എന്ന് പറയുന്നത്. അമ്മയാണ് ആദ്യത്തെ അറിവ് കൊടുക്കുന്നത്. അച്ഛൻ കുട്ടികൾ റോഡിലിറങ്ങി സമൂഹത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഗുരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഫിസിക്കൽ സയൻസും കെമിസ്ട്രി ഫിസിക്സൊക്കെ പഠിപ്പിക്കും. നാലാമത് ഈശ്വരനെ പഠിപ്പിക്കുന്നതല്ല, ഈശ്വരൻ ബോധോദയം നമ്മുടെ ഉള്ളിലേക്ക് തരുകയാണ്. ബുദ്ധഭഗവാൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി 27 ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവസാനം 4 മണിക്കൂർ ചോദിച്ചിരിക്കുമ്പോൾ ദൈവം ബോധോദയം കൊടുത്തു കഴിയുമ്പോൾ ബുദ്ധഭഗവാനായി. ലോകത്തിലെ മഹാന്മാരായ ഗുരുക്കന്മാർക്ക് പലപ്പോഴും അറിവ് വരുന്നത് ഈശ്വരൻ കൊടുക്കുന്ന ദർശനം. അതുകൊണ്ട് മാതാപിത, ഗുരു, ദൈവം എന്ന് പറയുന്നത്. ഇതിലൊന്നാമത്തെ ഗുരു അമ്മയാണ്. ലോകത്തിൽ അറിവുള്ളവരുണ്ടാകണമെങ്കിൽ ആ അറിവുള്ള അമ്മ ആ കുട്ടികളുണ്ടാവണം. അതുകൊണ്ട് ഭഗവതി ഭൂമിയിലേക്ക് വരികയാണ്, ജ്ഞാനേശ്വരിയായിട്ട് വരികയാണ്, ത്രിപുര സുന്ദരിയായിട്ട് വരികയാണ്. ജ്ഞാനേശ്വരിയുടെ അവതാരം കഴിഞ്ഞപ്പോൾ ഭഗവതി രണ്ടാമത് വരുന്നു, ദുർഗാ ഭഗവതിയെ വരികയാണ്. ദുർഗാ ഭഗവതി ദുർഗാ ഭഗവതി എന്താണ്? പുരുഷൻ യുദ്ധം ചെയ്യും, മറ്റു പരിപാടിയൊക്കെ ചെയ്യും. പക്ഷേ ചില സമയത്ത് ഈ പുരുഷന് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് പുരുഷൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷേ സ്ത്രീകൾ പുറത്തേ പോകുന്നത് അപ്പോഴും ഉറച്ച ഉടനേക്ക് അവിടെ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല സ്ത്രീക്ക്. ഭീഷ്മൻ പോയി അമ്പയെ അമ്പാലിയെ പിടിച്ചോണ്ടു. കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടെ രാജയക്ഷ്മാർ വിളിച്ച വിത്തറിനെ വിളിക്കാൻ വിത്തറിനെ കണ്ടുടനെ അമ്മ എനിക്കൊരു കാമുകരുണ്ട്, എനിക്ക് ആ കാമുകൻ്റെ കൂടെ എന്നെ വിടണം. ആരാണ് കാമുകൻ? ഭഗവാൻ കൃഷ്ണന്റെ മാതൃപുത്രൻ, അമ്മയുടെ കാമുകൻ സ്വാലനെ വീട്ടിൽ കൊണ്ട് പോകണം. അമ്മ തിരിച്ച് സ്വാലം വെക്കിയത്. സ്വാലം പറഞ്ഞ നിന്നെ മറ്റൊരു കൃഷി പിടിച്ചോണ്ട് പോയാൽ ഇനി എൻ്റെ ഭാര്യയോളം പറ്റില്ല, ഇപ്പൊ കൊള്ളാം. അമ്മ തിരിച്ചു വന്നു. ഭീഷ്മരെ, നീ ആയി കുഴപ്പമില്ലാൻ പറ്റും, നീ എന്നെ കല്യാണം കഴിക്കണോ? ഇങ്ങോട്ടൊന്നും പറ്റുകയില്ല, ഞാൻ കല്യാണം കഴിച്ച് 3 മണിക്കാണ് തിരിച്ച് ബ്രഹ്മചാരി. പരശുരാമൻ വന്നു. പരശുരാമൻ കൃഷ്ണോട് യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണോട് തോപ്പിക്കാൻ പറ്റിയില്ല. അമ്മ എന്ത് ചെയ്തു? അഗ്നിയിൽ ചാടി മരിച്ചു. അവിടെ അടുത്ത ജന്മത്തിൽ ചിക്കൻ്റെയായിട്ട് വന്ന് ഭഗവാന്റെ ഭീഷ്മനെ വീഴിച്ചു. അതാണ് സ്ത്രീ. പുരുഷനോ അർജുനൻ വില്ലോടി വീരന, പരശുരാമൻ അസ്ത്രം കൈത്തിയുണ്ട്, പരമേശ്വരൻ അസ്ത്രം കൊടുക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം കൊണ്ട് തുടങ്ങാൻ നേരം ശ്രീകൃഷ്ണൻ അർജുനനെതിരെ കെട്ടി പറഞ്ഞു, അർജുന നമുക്ക് ഈ ശത്രുസൈന്യത്തിലൊന്ന് കാണണ്ടേ? കൊണ്ടുവന്നിട്ട് ആദ്യം പറഞ്ഞു, അർജുന നിന്റെ
ചെയ്യുന്നുണ്ടോ ഭീഷ്മ? അവനൊന്നും കൊല്ലനാണ്. ഭഗവാൻ പറഞ്ഞു, നിന്റെ ഗുരു ദ്രോണം നിൽക്കുന്നുണ്ടോ? അവനവൻ കാത്തനാണ്. ദ്രോണ കൃപാലിക്കുന്ന അമ്മയുടെ പക്ഷത്തിൽ അവനെ നമുക്ക് ഭസ്മമാകണം. 4 പേരുടെ പേര് കേട്ടു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ എന്റെ വാ പറ്റുന്ന നാക്ക് പറ്റുന്ന ഭഗവാനെ, കൈ ഉറയ്ക്കുന്ന ഭഗവാനെ, കാന്തിയോ താഴെയുള്ള ഭഗവാൻ രണ്ടും കിടക്കുന്നു ചെയ്യുന്നതാണ്. പിന്നെ 71 ശ്ലോകമുള്ള ശ്രീമദ് ഭഗവത്ഗീത ചൊല്ലിയിട്ടാണ് ഇങ്ങനെ നോക്കാൻ പറ്റും. ഇതാണ് സ്ത്രീയുടെ പുരുഷന്റെ കുഴപ്പം. സമയത്ത് ചിലപ്പോൾ കട്ടിട്ടില്ല. പാചകം അർത്ഥമാണ് കേട്ടത് മുഴുവൻ പറഞ്ഞ പണ്ടവന്മാർ കേട്ടത് അവധി പറയുക. അമ്മ എന്ത് ചെയ്തു? അമ്മ ആ ജന്മത്തിൽ വയറിനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ജന്മത്തിൽ പോയി അവന്റെ വീട്ടിലോട്ട് പറയുന്നത് സ്ത്രീക്ക് വിരോധമൊന്നുണ്ടല്ലോ. അവള് ചാവുന്നതിനെ അവൻ പെടത്തില്ല. ചത്ത് കഴിഞ്ഞ് അടുത്ത ജന്മത്തിലാണെങ്കിലും അവൻ ശരിയാക്കുക. അതാണ് സ്ത്രീയുടെ കഴിവ്. ഈ കഴിവ് സ്ത്രീ കൊടുക്കാൻ ഭഗവതി ദുർഗോ ഭഗവതിയെ വരികയാണ്. ആ കൈകളിൽ ആ ആയുധങ്ങൾ മഹിഷാസുരനായാലും ഭസ്മാസുരനായാലും എല്ലാത്തിനും ഫിനിഷ് ചെയ്ത് കൊടുക്കാതെയാണ്. അപ്പൊ ദുർഗാദേവിയുടെ ഭാവത്തിൽ ഭഗവതി വരുന്നതിനാണ് ഓരോ സ്ത്രീയോടും പറയുകയാണ്, നിന്റെ കൈക്കും കാലിലും ഒരുപക്ഷെ പുരുഷനോട് ബുദ്ധിമുട്ടിക്കാൻ പറ്റിയാണ്. പക്ഷേ നിന്റെ വിൽഫോറല്ല. ആ വിൽഫോർ നിന്നെ എന്തിനു നേരിടാൻ കഴിയുള്ളൂ. ഭർത്താവ് മരിച്ച് ചില സ്ത്രീകൾ വിധവളാവും. വിധവരായ സ്ത്രീക്ക് ആ മക്കളെ വളർത്തി മുകളിൽ എത്തിക്കാൻ ഓരോ കപ്പം പറ്റും. എനിക്ക് 16 വയസ്സുള്ള എൻ്റെ അപ്പം വെച്ചു 6 മക്കളുണ്ട്. വിധവയായ അമ്മ 6 മക്കളെ വളർത്തി ഓരോ നിലയിലെത്തിച്ചു. അത് സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. ഭാര്യ മറ്റ് ഭർത്താക്കന്മാരുണ്ടല്ലോ യൂസ്ലെസ്സിലാണ് പലരും. ഇവിടെ ഇരിക്കുന്നവരെ പറ്റിയും പറയില്ല. പക്ഷെ 10 വയസ്സിൽ വിധവ സ്ത്രീക്ക് ആത്മഹത്യ കപ്പാസിറ്റി കേട്ടിട്ടുണ്ടോ? അമ്പാറ് കപ്പാസിറ്റിയാണ്. ദുർഗാഭഗവതി ലോകത്തെ പഠിപ്പിക്കുന്നു, എന്ത് പ്രതിസന്ധി നേരിടാൻ സ്ത്രീ പക്വതയാണ്. ദുർഗാഭഗവതി വരികയാണ്. അത് കഴിഞ്ഞ് ഭഗവതി എന്ത് ചെയ്തു? ഭഗവതി പാർവതി ദേവിയെ ഭൂമിയിലേക്ക് വരികയാണ്. പരമശിവന്റെ ഭാര്യയിലേക്ക് വരികയാണ്. പാർവതി ദേവിയെ ഭഗവാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചവർക്ക് സംഭവിച്ചു, ഭാര്യ ആരാണെന്ന് പരമശിവൻ നമ്മളെ പഠിപ്പിക്കാൻ. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബ്. എൻ്റെ ഭാര്യ കോളേജ് പ്രിൻസിപ്പലാണ്. ആരാ? അലക്സാണ്ടർ ജേക്കബ് ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബ് ഭാര്യ. പരമശിവൻ നമ്മൾ ചെയ്താ ഇല്ല. പരമശിവൻ സ്വയം വിളിച്ചതാണ് ഉമാ മഹേശ്വരൻ, ഉമയുടെ മഹേശ്വരൻ. പാർവതി വല്ലഭൻ. പാർവതിയെ കല്യാണം കഴിച്ചാൽ പരമശിവൻ സ്വയം വിളിക്കുക. അല്ലാതെ മിസ്സസ് പരമശിവൻ പാർവതി വിളിച്ചാൽ ഇല്ല. പാർവതി വല്ലഭൻ. ഗൗരി ശിവൻ. തിരുവനന്തപുരത്ത് പുസ്തക ക്ഷേത്രമുണ്ട്, ഗൗരി ശിവപട്ടം ക്ഷേത്രം. ശിവഗൗരിയല്ല, ഗൗരി ശിവൻ. എങ്ങനെയാണ് ഈ പാർവതി ഗൗരിയായത്? പാർവതിയുടെ നിറവെച്ചിൽ കറുപ്പായി. പാർവതിദേവി പരമശിവനോട് പറഞ്ഞു, ദേവ എന്നെ തൊലി ഒന്ന് വെളുപ്പിച്ചു തരണം. ഒരു മതാമയും കണ്ടില്ലാത്ത പാർവതിക്ക് എങ്ങനെ ചിന്ത വന്ന് എനിക്ക് അറിഞ്ഞൂടാ തൊലി വെളുപ്പിക്കണം. പരമശിവൻ ആലോചിച്ചു, ഭാര്യ ഭയങ്കര സുന്ദരിയാണെങ്കിൽ ഭർത്താവിന്റെ കഷ്ടകാലാണ്. സീതാദേവി സുന്ദരിയായി രാമൻ അനുഭവിച്ച കഷ്ടപ്പാട്. ഗിരീശിലെ ഹെലനോട്രോയ് സുന്ദരിയായിരുന്നു. ഇപ്പോഴോ ഗിരീശുകാരെ 10 യുദ്ധം ചെയ്ത് അനുഭവിച്ച കഷ്ടപ്പാട് ഭയങ്കര. ഭാര്യ ഭയങ്കര സുന്ദരല്ലെങ്കിൽ കഷ്ടപ്പാടാണ്. ചില ആളുകൾ കൊല്ലപ്പെടും. ഞങ്ങളിങ്ങനെ കേസ് അന്വേഷിച്ചോട് തുമ്പ് കിട്ടുന്നില്ല. അവസാനം എന്തെങ്കിലും തുമ്പ് കിട്ടാൻ വേണ്ടി ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ പറ്റും. ഭാര്യയെ കാണുമ്പോൾ സുന്ദരിയാണെങ്കിൽ അപ്പോഴാണ് മനസ്സിലാവും ഈ സുന്ദരിയായ ഭാര്യയെ കയ്യിലാക്കാൻ വേണ്ടിയാണ് ഭർത്താവ് കൊല്ലപ്പെടുന്നത്. അന്വേഷിച്ച് പോകുമ്പോൾ ജാഗ്രത കൈ കിട്ടും, പിടിയെ അങ്ങനെ. അപ്പോൾ സ്ത്രീകൾ സുന്ദരികളാണെങ്കിൽ ഭർത്താവ് പഴക്കം. എന്നാലും ഭാര്യ പറഞ്ഞല്ലേ ചെയ്തു കയറിയേ പറ്റുള്ളൂ. പരമശിവനെന്നറിയാമോ? പാർവതിയെ സ്ത്രീയെ വെള്ളയാക്കില്ല, ഗൗരിയായി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ നിറമുള്ളതാണ്. നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിൽ പോലെ ഭയങ്കര തീയവലയാണെന്ന് പറഞ്ഞാക്കി പാർവതി. ഇറ്റലിയിൽ സ്പെയിനിലുള്ളവർക്ക് ചുമന്നത്തിലുള്ള സ്ഥാനമാണ് അതാക്കി പാർവതിയെ ഭാര്യ പഠനം ചെയ്തു കൊടുത്തു. ഇപ്പോഴത്തെ സ്ത്രീകൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും. ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തം തപ്പൻ പരമശിവനാണ്. ഈ ബ്യൂട്ടീഷ്യൻ പരമശിവനാണ് പരമശിവനാണ്. ആദ്യം ഭാര്യയ്ക്കാണ് പ്രവേശനം വന്നത്. അപ്പോൾ ഒരു ഭാര്യ ഒരു പത്രത്തോട് പറയും, ഈ ബ്യൂട്ടീഷ്യനോട് നമുക്ക് 1000 രൂപ. ഞാൻ തരത്തില്ല,
പരമശിവൻ പഠിപ്പിക്കുകയാണ്. ഭാര്യയ്ക്ക് സൗന്ദര്യപ്പെടുത്തുക എന്തൊക്കെ വേണോ ഭർത്താവ് ചെയ്തു കൊടുത്തേക്കണം. ഞാൻ ഭാര്യയെ ഗൗരിയാക്കിയവരെ ചെയ്ത് കൊടുക്കണം. പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരമശിവന് പാർവതി ഭയങ്കര മാനസികമാണ്. പരമശിവൻ കൊരകനാവുമ്പോൾ പാർവതി കൊരകനാവും. പരമശിവന് ആനയാവുമ്പോൾ പാർവതി ആനയാവും. പരമശിവന് 18 അവതാരങ്ങളാണ്. വിഷ്ണുഭഗവാന് 10 അവതാരം, ദേവിക്ക് 10 അവതാരം. പക്ഷെ പരമശിവന് 18 അവതാരം, 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. പരമശിവൻ രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും. ഇത് നല്ല രസമാണ് കാണാൻ. പുരാണത്തിൽ കാണുന്ന കഥയാണ്. ഇപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. പാരായ മന്ദനം നടക്കണം. കാര്യം എന്താണ്? സ്ത്രീകളെല്ലാം പോയി ദുർവാസാവിന് ഒരു മാല ഇഷ്ടപ്പെടും. ദുർവാസാവ് കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് വരുന്നു. ദുർവാസാവ് ദേവേന്ദ്രന്റെ പുറത്ത്. ദേവേന്ദ്രൻ ആ മാല ആനയുടെ പുറത്ത് വെച്ചു. അതിനകത്ത് ഈച്ചയും ചെറുതൊക്കെ ഉണ്ടായിരുന്നു. ഐരാവതം വലിച്ച് വേറെ വെച്ചു കൊടുത്തു. ദുർവാസാവ് പറഞ്ഞു, ഞാൻ തന്ന മാല അവകാശത്തില് നിങ്ങളെല്ലാം ജരിയും നരിയുമുള്ള വാർത്തിക്കുള്ളവരായി മാറേണ്ടത് ശാപം. ഈ ദുർവാസം എല്ലാവരും ശമിച്ചനാണ്. അന്നത്തെ പെണ്ണുങ്ങളുടെ ഉത്തരം കൂട്ടി അവരെന്ത് നല്ല ചെറുത് ഈച്ചയുള്ള മാല ഉണ്ടാക്കി ദുർവാസാവിന് കൊടുത്തു. ഇയാളെ കഴിച്ചുകൊണ്ടിട്ട് ആ ദുർവാസാവിന് മൂക്കിലും ചെവിയിലും ഈച്ചയിൽ ഞങ്ങളെ ആട്ടി ഇവന്റെ ഇടപാടുകൾ അതിനകത്ത് സ്ത്രീക്ക് മാത്രം ഇത്രയും ബുദ്ധിമുട്ട് കേട്ടോ. ഉഗ്രൻ ഹാരം കൊടുത്താണ്. പക്ഷെ ഗ്രഹപ്പഴക്കില്ല ആ അയ്യുന്നത്. ഇദ്ദേഹം വരികയും ഇന്നത്തെ മാല കൊടുക്കുകയും ഐരാവതത്തിന്റെ ചെവിയിലോട്ടാണ് ഈ ഈച്ച കയറി പോയത്. അങ്ങനെ പാലാഴൻ അപ്പോൾ എന്ത് പറ്റും? ജയലളിത നരെ ഒഴിവാക്കണമെങ്കിൽ അമൃത് വേണം. അപ്പോൾ ദേവന്മാരോട് പരമശിവൻ പറഞ്ഞു, ഇതേ ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. നമ്മൾ വസ്ത്രന്മാരും യുദ്ധം. പക്ഷെ യുദ്ധം നിർത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിലേ സാധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദേവന്മാർ പോയി വസ്ത്രന്മാർ പറഞ്ഞു, നമ്മളും യുദ്ധമൊക്കെയാണ്. പക്ഷെ നമ്മൾ നാടിൻ്റെ നന്മയ്ക്കായി യുദ്ധം നിർത്തിവെച്ച് ഈ പാലാഴൻ മതം ചെയ്യണം. ആ അസുരന്മാർ രാജാവാരാണ്? മഹാബലി. നമ്മൾ ഓണത്തിന് കഥകളുന്ന മഹാബലിയാണ് അസുരന്മാർ രാജാവ്. ആ മഹാബലി സമരം നയിച്ചു. അങ്ങനെ പാലാഴി മഥനം നടക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നവരെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP കൂടെ ഭയങ്കര ഇലക്ഷൻ ബഹളമാണ്. ഇലക്ഷൻ കഴിഞ്ഞു. ഇനി നാടിന്റെ നന്മയ്ക്കായിട്ട് CPM ഇല്ല, കോൺഗ്രസും ഇല്ല, BJP ഇല്ല. പാലാഴി മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ദേവന്മാർ ദിവസം ഒന്നിച്ച പോലെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി പഞ്ചായത്ത് നന്നാവണമെങ്കിൽ LDF ഉം UDF ഉം BJP ഒത്തൊന്നും നാട് തന്നാവുള്ളൂ. ഇനി അടി തുടങ്ങുന്ന നാട് തന്നാവുള്ളൂ. അടി മാത്രം ബാക്കിയുണ്ടാവുള്ളൂ. നമ്മൾ പുരാണം പഠിപ്പിക്കുകയാണ്. നാടിന്റെ നന്മയ്ക്കായി എല്ലാ ശത്രുതയും മറന്നു വെച്ചിട്ട് ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ പാലാഴി മതം നടക്കുമ്പോൾ ആ 700 സാധനം പൊങ്ങുന്നു. ആദ്യം പൊങ്ങുന്നത് എന്താണ്? നവരക്തങ്ങൾ 9 പാലിയാവത രക്തം മുങ്ങി വന്നു. ഐരാവതം മുങ്ങി വന്നു. 69 മുങ്ങി വരുന്നതാണ് മഹാലക്ഷ്മി, ഐശ്വര്യം, സമ്പത്ത്. 69 അവസാനം വരുന്നതാണ് അമൃത്, മരണമില്ലാത്ത അവസ്ഥ. 15 കൊല്ലം വരെ മരണത്തെ അതിജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് മരണത്തെ അതിജീവിക്കാൻ പറ്റും. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ DNA സെല്ല് പ്രതിഷ്ഠ വെക്കാം. നമ്മൾ ചത്ത് കഴിയുമ്പോൾ ആ DNA ചെറിയ ഗർഭത്തിട്ട് ഒരു ഗർഭത്തിട്ട് വളർത്തിയാൽ എക്സാക്ട്ലി ഇപ്പോഴത്തെ അടിസ്ഥാനത്തിലേക്ക് അതുപോലെ ജനിക്കും. മരണമില്ല. നമ്മുടെ DNA അടുത്ത് പോകും. ആ DNA ഉള്ള അടിസ്ഥാനത്തിൽ ചത്ത് കഴിയുമ്പോൾ വീണ്ടും 4 DNA സ്റ്റോറി വെച്ചാൽ ഇതേ അടിസ്ഥാനത്തിലേക്ക് വീണ്ടും ഗർഭത്തിന്നുണ്ടാവാറുണ്ട്. ഇപ്പൊ അമ്മൂന്ന് കിട്ടിയ പറ്റുണ്ടായി ശാസ്ത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പലരും കടയട്ടെ. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആമയെ വരാം, എന്റെ പുറത്ത് പർവ്വതം വെക്കാം. പർവ്വതം കറക്കട്ടെ. അന്ന് കേരളത്തിൽ നമ്മൾ കയറൊന്നും ഉണ്ടാക്കണില്ല. സായിപ്പ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടില്ല. പരമശിവന്റെ കടത്തി കിടക്കുന്ന വാസുകി പറഞ്ഞു, എന്നെ എടുത്തത് ചുറ്റിക്കൊള്ളാം. അങ്ങനെ പാമ്പ് ഇറങ്ങി വന്നു. പരമശിവന്റെ കടത്തി കിടക്കുന്നതാണ് വാസുകിയെ ശങ്കരാവ് പറഞ്ഞു എന്ന് പറയും. ശങ്കരാവ് ആ കടത്തിക്കിടക്കുന്ന പാമ്പിന്റെ പത്തി ഇങ്ങനെ മേപ്പെടുക്കപ്പെട്ടു പോകും. ആരോഗ്യവും അവരോഗവും കർണാടക സംഗീതത്തിൽ ഗാഠമായി മാറി ശങ്കരാഭരണം. ശങ്കരന്റെ കടത്തിക്കിടക്കുന്ന പാമ്പിന്റെ പത്തി മേപ്പെടുക്കപ്പെട്ടു പോകുന്നത്
മാറി. ഇതിങ്ങനെ ചുറ്റി കൊണ്ട് പിടിക്കാൻ നോക്കിയപ്പോ പാമ്പ് ചതിച്ചു. പാമ്പ് ചതിച്ചത് കലാപല വിഷം. അത് ഭൂമി മുഴുവൻ പറന്നാൽ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം തത്തു. പരമശിവൻ എന്ത് ചെയ്തു? അതെടുത്ത് അങ്ങോട്ട് അവർ കൂടിയെ കൊണ്ടുവന്നു. പാർവതി കണ്ടോണ്ടൊക്കെയാണ് ഒരു ഭാര്യയും ഭർത്താവിന്റെ ശരീരം ഞെക്കിപ്പിടിക്കാൻ പാടുന്ന സ്ഥലമുണ്ട് കോങ്ങയിൽ കൂടെ ഒറ്റ പിടി. ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ ചെവിക്കലിന് അടി കിട്ടിയതിന് പരമശിവൻ ചിരിച്ച്. കാരണം ഭാര്യയ്ക്ക് ഭർത്താവാരാണെന്ന് അറിഞ്ഞുകൊള്ളാം. സൃഷ്ടി സംഹാരത്തിൽ സൃഷ്ടിയെ നോക്കുന്നത് ബ്രഹ്മമാണ്, പരിപാലിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. സംഹാരാത്ത ജോലി പരമശിവന്റെ. സംഹാരം നോക്കുന്ന പരമശിവൻ മരണമുണ്ടോ? മരണമില്ലാത്ത പരമശിവൻ മരിക്കുമെന്ന് ചിന്തിച്ചിട്ടാണ് വിവരപ്പെട്ട പാർവതി കയറി കോങ്ങ് ഒരു വെടിവെച്ചു. വിഷമോടെ ഉറച്ചു. അങ്ങനെ പരമശിവൻ നീലകണ്ഠനായി മാറി. ഒരാളെ നമ്മൾ പഠിപ്പിക്കുന്നു, ഓരോ ഭാര്യയും ഭർത്താവ് ആരാണെന്ന് അറിയിക്കണം. ഈ പാർവതി കാണിക്കുന്ന വിവരക്കേട് ഒരു ഭാര്യയും കാണിക്കാൻ പാടില്ല. കേരളം പോലെ ആദരിക്കുന്ന വലിയൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചു. പ്രസംഗവേള 10 മണിയായി. അപ്പൊ ഈ പ്രാർത്ഥനയിൽ നടക്കുന്ന ക്ഷേത്ര ഭരണാധികാരിയോട് പറഞ്ഞു, എനിക്ക് കാർ കൊടുത്തറിഞ്ഞ് ആ വണ്ടിയൊന്നും ഞാൻ ബസ്സിലാവുന്ന ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ വണ്ടിയൊന്നും പിടിക്കണ്ട, ഞാൻ എൻ്റെ വണ്ടിയെ കൊണ്ട് വിട്ടേക്കാം. DGPയുടെ വണ്ടി ഫ്ലാഗ് 3 സ്റ്റാറുള്ള വണ്ടിയിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്. ഞാനൊക്കെ അദ്ദേഹത്തെ കാലഘട്ടത്ത് തൊഴുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വീട്ടിൽ പോയി ബെല്ലടിച്ചു. ഭാര്യയും കിടക്കണം. എവിടെ പോയി കിടക്കുന്നതെന്ന് അറിയാത്തവരെ എൻ്റെ അമ്മ ലോകം കൊണ്ട് ആദരിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഭാര്യയ്ക്ക് പുല്ല് വരാൻ. ചില ഭാര്യമാരെ ഈ പാർവതിയെ പോലെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭർത്താവിൻ്റെ ശക്തി എവിടെയൊക്കെയാണ്, ഭർത്താവിൻ്റെ വീക്കണസ് എവിടെയൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. പരമശിവനും പാർവതിയെ പഠിപ്പിക്കുകയായി. ഇതുപോലൊരു പാലാഴി മതത്തിലൂടെ ഭാര്യകളുടെ കാര്യമുണ്ടോ? ഇല്ല. ഒരു ലോകം എന്നൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഭാര്യ വീട്ടിലിരുന്ന് നോക്കിയില്ല. അതുകൊണ്ടാണ് ഭാര്യയെ കൂടെ പോയി പാലാഴി മതത്തിൽ പങ്കെടുക്കുന്നത്. പാർവതി ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരമശിവൻ പാർവതി ഇങ്ങനെ ജീവിക്കുമ്പോൾ പരമശിവന്റെ കുടുംബം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. പരമശിവൻ ഇരിക്കുന്നത് കാറുടെ പുറത്താണ്. പരമശിവൻ പാർവതിക്ക് എന്ത് ചെയ്തു? ഒരു സിംഹത്തെ കൊടുത്തിരിക്കാനായിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് പിള്ളേർ എന്റെ അമ്മ ഇതിന്റെ പരിപാടിയാണ്, പരമശിവനിലെ സിംഹത്തിൽ കൊടുത്തിരിക്കുന്നത്, പാർവതി കാവളം കൊടുത്തിരിക്കാൻ പോലെ അവന്റെ വീട്ടിലെ പരിപാടിയാണ് ഈ കുട്ടികളും അമ്മച്ചെന്ന് പറയുന്നത്. പരമശിവൻ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? പരമശിവനാണ്. വാഹനത്തിന്റെ സ്റ്റാറ്റസ് അല്ല പരമശിവന്റെ സ്റ്റാറ്റസ്. പരമശിവൻ കാണപ്പെടുന്നു. പക്ഷെ ഭാര്യയ്ക്ക് സംബന്ധിച്ച ഒരു സ്റ്റാറ്റസ് വേണം. പരമശിവൻ എന്ത് ചെയ്തു? ഭാര്യയ്ക്കൊരു സിംഹത്തെ കൊടുത്തു. ഭർത്താവ് അംബാസഡർ പോയാലും കുഴപ്പമൊന്നുമില്ല. ഭാര്യയ്ക്ക് നമ്മൾ ഇന്നോവ വാങ്ങിച്ചു. ഭാര്യയ്ക്ക് ഭംഗിയായിട്ട് പോകണം. അതിനാണ് ഭാര്യയ്ക്ക് സിംഹത്തെ കൊടുത്തത്. പാർവതി സിംഹം ഇടക്കിടയ്ക്ക് പരമശിവന്റെ കാവൽ നോക്കും. ഇതൊക്കെയാണ് തിന്നാൻ പറ്റുന്ന സാധനം. സിംഹത്തിന് കാള പ്രത്യേക ഇഷ്ടമാണ്. പക്ഷെ പാർവതി സിംഹം ഒരിക്കലും പരമശിവന്റെ കാളെ പിടിക്കുകയില്ല. മൂത്ത മോൻ സുബ്രഹ്മണ്യൻ പ്രസവിക്കുന്ന സമയത്തൊന്നും സംരക്ഷിക്കാൻ പാർവതിക്ക് പരമശിവന് പറ്റിയത്. ഇതൊക്കെ കഥയാണ്. കൃതികളിൽ നിന്ന് വളർത്തി. അതുകൊണ്ട് സുബ്രഹ്മണ്യനെ വിളിച്ചു കാർത്തികേയൻ. കൃതികളെടുത്ത് വളർത്തിയ മകൻ. 6 കൃതികളെടുത്ത് വളർത്തിയ കാരണം സുബ്രഹ്മണ്യത്തിന് 6 മുഖം. സുബ്രഹ്മണ്യനായി ഷൺമുഖ. മലയാളത്തിൽ നമ്മൾ അറുമുഖൻ എന്ന് പറയും. തമിഴിൽ പുസ്തക പാട്ടുണ്ട്. പാട്ട്. അങ്ങനെ വളർന്നു അവസാനം സുബ്രഹ്മണ്യൻ അപ്പൻ്റെ അമ്മയുടെ തെറ്റി. അമ്മ പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് ചെറുപ്പത്തിൽ വളർത്താനുള്ള ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വരം തരാം. ഒരു പെൺകുട്ടിയെ കൊണ്ടൊരു അമ്മ നിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച ആ പെൺകുട്ടി നല്ല സുന്ദരിയായി ഏത് പുരുഷനും കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടിയായി മാറും. അതുകൊണ്ട് പെൺപിള്ളേർ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാരുടെ പെൺകുട്ടികളെ നേരെ സുബ്രഹ്മണ്യ ഉള്ള ക്ഷേത്രത്തിൽ പോയി സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിക്കും. പെൺകുട്ടിയെ സുബ്രഹ്മണ്യനടുത്ത് പ്രാർത്ഥിച്ചാൽ പെൺകുട്ടി നല്ല സുന്ദരിയായിട്ട് മാറും. പാർവതി പറഞ്ഞു, മോനെ നിന്നെ സമയത്ത്
ഗർഭത്തിൽ പ്രസവിക്കാമെന്ന് എനിക്ക് പറ്റിയില്ല. പിന്നെ നീ മരുന്നത്തൊക്കെ വളർന്ന് പ്രായപൂർത്തിയായിട്ട് എൻ്റെ തെറ്റി അതൊന്നും ഞാൻ നിനക്ക് വരം തരില്ല. ഒരു ഗർഭിണിയായ സ്ത്രീ നിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ ആ ഗർഭത്തിനൊന്നും സംഭവിക്കാതെ, ശിശുരം ഉണ്ടാവാതെ, ഒരു സിസറിനും ഉണ്ടാവാതെ അത് നല്ല ഭംഗിയായിട്ട് വളർന്ന സുഖപ്രസവം ഉണ്ടാവും. അതിന് വരം കൊടുക്കാൻ നിനക്ക് അവകാശം തരികയാണ്. അവിടെ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് ഒരു ഗർഭിണിയെ പ്രാർത്ഥിച്ചാൽ ഗർഭചിത്രം ഉണ്ടാവില്ല, ഒരു സിസറിന് ഓപ്പറേഷൻ വേണ്ട, സുഖപ്രസവം ഉണ്ടാവും. ഹിന്ദുക്കളുടെ പ്രസിദ്ധമായ വിശ്വാസം. അമ്മ രണ്ടുപേരെ കൊടുത്തപ്പം അപ്പം പിന്നോട്ട് പറ്റിയോ? അപ്പം പറഞ്ഞു, അമ്മ നിനക്ക് രണ്ടുപേരെ തന്നില്ലേ, അപ്പോൾ ഞാൻ നിനക്ക് വരം തരാണ്. നീ ഉണ്ടല്ലോ ഭൂതനാഥനാണ്, ഭൂതങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാൻ നിനക്ക് അവകാശം തരാണ്. അപ്പോ ഈ രണ്ടുപേരും ഒപ്പണമെങ്കിൽ ഒരു വാഹനമാണ്. എന്താണ്? ഏത് പെൺകുട്ടിയും സുന്ദരിയാക്കി ഏത് പുരുഷനെ ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടിയാക്കി മാറ്റാൻ കൊടുക്കുന്ന സുബ്രഹ്മണ്യന് സൗന്ദര്യത്തിന്റെ അടയാളമായ ഒരു മയിലിനെ കൊടുക്കുകയാണ്. മയിൽപ്പീലി മയിൽപ്പീലിങ്ങനെ നെറ്റിയിൽ കൊണ്ടുനടക്കാൻ ഭൂതങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാൻ തറയിൽ കൊണ്ടുവന്ന കാലദിവസം കൊണ്ടാൽ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ റെപ്രസെന്റേറ്റീവായ പറന്നുപോയി ഒരു ഭൂതത്തെ പിടിക്കാൻ പറ്റുന്ന ഒരു മയിലിനെ കൊടുക്കുന്നു സുബ്രഹ്മണ്യത്തിന് വാഹനം. പാർവതിയുടെ വാഹനമായി ചെല്ലുമ്പോൾ ഇടക്കിടയ്ക്ക് ഈ മയിലിനെ നോക്കും. തിന്നാൻ നല്ല സാധനം. ഇന്ന് മയിലിനെ പിടിക്കുന്നുണ്ടോ? ഡിസ്കവറി ചാനലിൽ ഇന്ന് ഓടിച്ചെന്ന് മയിലിനെ കഴിപ്പിച്ചിട്ട് പറയപ്പെടും അവർ മയിലെത്തും. പക്ഷേ അമ്മയുടെ വാഹനമായി ചെല്ലുമ്പം ഒരിക്കലും സുബ്രഹ്മണ്യന്റെ വാഹനമായി മയിലെത്തിക്കുകയില്ല. സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ ഇടക്കിടയ്ക്ക് പരമശിവന്റെ കഴിച്ചോട് നോക്കും. അവിടെ ഈ പാമ്പ് ഇങ്ങനെ കിടക്കുകയാണ്. മയിലിന് ഒരു ഇഷ്ടമായി പാമ്പിനോട്ട് തിരിക്കുന്നത്. പക്ഷേ ഈ സുബ്രഹ്മണ്യത്തിന്റെ വാഹനമായ മയിൽ ഒരിക്കലും പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകിയെ പിടിക്കാൻ പോയില്ല. അതിനപ്പുറത്ത് ഇളയ മോഹൻ ഗണപതിയുടെ വാഹനം എന്താണ്? ഒരു എലി. പിള്ളേരെ ഗണപതി ക്ഷേത്രത്തിൽ പോകും. പിള്ളേർ പറയും, പൊന്നമ്മേ ഈ ആരും കയറിയ എലിയുടെ പുറത്തുനിന്ന് എലി ചവച്ചിറക്കി ചപ്പമായിട്ട് മുതലെന്ന് ചോദിക്കും. എലിക്കൊന്നും പറ്റിയില്ല. കാരണം എന്താണ്? ഗണപതി വിഘ്നേശ്വരനാണ്. ഭൂമിയുടെ പുരുഷാവസം എന്ന വിഘ്നം ഗണപതിക്ക് ബാധകമല്ല. അതുകൊണ്ട് ഗണപതിക്ക് ബാധമില്ല. ഗണപതി ഇരുന്നാലും എലിക്കൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മൾ ഗണപതി ക്ഷേത്രത്തിലല്ല ഗണപതി കല്യാണം നടത്താൻ വേണ്ടി അല്ല. 100 ഗണപതി ക്ഷേത്രം എടുത്താൽ 60 ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഇരിക്കുന്ന സമുദ്രമാണ്. ഗണപതി ഇടയ്ക്ക് കമ്പലെടുത്ത് അമ്മേ നമ്മുടെ വണ്ടിയിൽ നിന്നുണ്ടല്ലോ നീ കൊണ്ടുപോകാൻ പറയും. കാര്യം അറിയാമോ? ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ആള് അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടി ആണായാലും പെണ്ണായാലും ആ കുട്ടി അവരുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി. ഇനി അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടി ഒരാൺകുട്ടിയുടെ അയക്കാനുണ്ടല്ലോ പോക്ക് കേസാണ്. അവൻ പറയുന്ന കുട്ടി ഒന്നുമില്ല. അപ്പൊ ഇളയ മോനല്ലേ ഗണപതി, അമ്മേ വണ്ടി വേണം കൊണ്ടുപോകാൻ പറയും. അപ്പൊ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ 60 ക്ഷേത്രം ഗണപതി ഇരിക്കുന്നത് സിംഹത്തിന്റെ പുറത്താണ്. സിംഹത്തെ കിട്ടിയില്ല. അമ്മേ ഇന്നൊക്കത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഗണപതി എന്തെന്നറിയാമോ? ചേട്ടനുണ്ട്. ചേട്ടന്റെ വണ്ടി ഒന്നുണ്ടല്ലോ നീ കൊണ്ടുപോകാൻ പറയും. 100 ഗണപതി ക്ഷേത്രം എടുത്താൽ 30 ക്ഷേത്രം ഗണപതി ഇരിക്കുന്നത് മയിലിന്റെ പുറത്താണ്, ചേട്ടന്റെ വാഹനത്തിന്റെ പുറത്താണ്. സിംഹവും മയിലിന്റെ ഗണപതി എന്തെന്നറിയാമോ? ചങ്കന്റെ കഴിച്ചോട്ട് വാസുകി നിങ്ങൾ അറിയുക നമ്മുടെ ധർമ്മത്തിൽ പോകണം. വാസുകി അറിയിക്കൽ പാമ്പിന്റെ പുറത്ത് ഒരൊറ്റ പോക്കാണ്. 9 ക്ഷേത്രത്തിൽ പാമ്പിന്റെ പുറത്താണ്. 100 ഗണപതി ക്ഷേത്രം എടുത്താൽ ഒരു ക്ഷേത്രത്തിലെ ഗണപതി എലിയുടെ പുറത്തിരിക്കുള്ളൂ. അമ്മമാർക്ക് ഏറ്റവും ഇളയ മകനോടാണെങ്കിൽ അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം മൂത്ത മോളാണ്. മൂത്ത മോൾക്ക് അപ്പുറത്ത് ഒരപ്പനും ഒരപ്പിലില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞു പോകാൻ എനിക്കതൊന്നും ചെയ്യാൻ പറയും. ആരെയാണ് ഓടിന്റെ വാക്കിൽ ആരോട് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഈ ഭാര്യ വന്ന് പണിപറ്റി മൂത്ത മുളക് മോളെ നീയോട് എന്ന് പറയാൻ പറയും. മൂത്ത മുളകുണ്ട് അപ്പാ ഇതൊരു ചെറിയ മോളെ ഏതിനാണ് നമ്മൾ പറഞ്ഞാൽ പോകണം പറയും. മൂത്ത മോളെ ഇറക്കാൻ പറ്റില്ല. ഒരപ്പനും ഞാൻ പറയത്തില്ല. ഇത് മനഃശാസ്ത്രമാണ്. ഞാൻ പറയുന്നത് സെക്കൻഡ് പറയുന്നത്. അപ്പൊ ഈ ഗണപതി എലിയുടെ പുറത്തിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്റെ വാക്കിന് മയിലിൽ കീഴ്പോട്ട് പോകും. മയിലിനൊരു ഇഷ്ടമായി എലി പിടിക്കുന്നത്.
ചേട്ടന്റെ വാക്കിലൊന്നും ഏരിയ തുറന്നില്ല. ഈ സംഘടന കിടക്കുന്ന ശക്തിരാമനുണ്ടല്ലോ, വാസുകി ഇടക്കിടയ്ക്ക് പാസ്പോർട്ട് നോക്കി മാമ ഏതൊക്കെ ഇഷ്ടം എലിയെ പിടിച്ചിരുന്ന. പക്ഷെ സംഘടന കഴിക്കുന്ന വാസുകി ഇറങ്ങിയുള്ള എലിയെ പിടിക്കുക. അപ്പോൾ പരമശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതി ഉൾപ്പെട്ട കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഒരു വീട്ടിൽ അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അന്യനൊരു സ്വഭാവം. ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കുടുംബം വിജയിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി ആരാണ്? പാർവതി സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം. ആ അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കുടുംബം പർവ്വതം പോകും. ലിയോ ടോൾസ്റ്റോയ് അന്നാ കരീന നോവലുണ്ട്. അത് വളരെ സസ്യസരസം. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓൾസോ കൈൻഡ്. ലോകത്തിലെ സന്തോഷം കൊടുക്കുന്ന എല്ലാം സാഹിത്യത്തിലായാലും ലീഗിലൂടെയാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും ഒരേ സ്വഭാവം. പക്ഷെ ഓൾ അൺഹാപ്പി ഫാമിലീസ്, കുടുംബത്തിൽ ചിത്രമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെതായ ഒരു കളവാണ്. ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓൾസോ കൈൻഡ്. ലിയോ ടോൾസ്റ്റോയ് നോവലിൽ ആ ഉത്തരം പറയാം. വാട്ട് ഈസ് ദ വൺ തിങ് വിച്ച് ഈസ് സ്പെഷ്യൽ? ടോൾസ്റ്റോയ് പറയുന്നു, കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയുണ്ടല്ലോ, ആ സ്ത്രീയാണ് കുടുംബത്തെ ഭദ്രമാക്കുന്ന ആൾ. ഇതാണ് പാർവതിയുടെ പരമശിവന്റെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന അത്ഭുത പാഠം. നാലാമതായി ഭഗവതി മുന്നിലേക്ക് വരികയാണ്. കാളി ഭഗവതിയായി വരികയാണ്. കാളി ഭഗവതി നമ്മളിങ്ങനെ കോപം ചെയ്തിട്ട് മാത്രമൊക്കെ നീട്ടി കഴുത്തിലുള്ള തലയോട്ടിയൊക്കെ തൂക്കി വിരലിങ്ങനെ മുറിച്ച് രജ്ഞാനൊക്കെ ഇട്ട് ചൂട് കുറിച്ചോ നിൽപ്പാണ്. കുട്ടികൾ അയ്യോ അമ്മേ കാളി ഭഗവതി രൂപമില്ല. കാളി ഭഗവതി കാലത്തുണ്ടാവണം അല്ല. ശങ്കരാചാര്യ സർവത്തെ വീടൊക്കെ എന്നിട്ട് അവിടെ വെച്ച് പാടുകയാണ്. ത്രിപുര സുന്ദരി ദർശന ലഹരി പാടുക. അപ്പോൾ ജ്ഞാനേശ്വരി ഇറങ്ങി വന്നു, ദുർഗാ ഭഗവതി ഇറങ്ങി വന്നു, പാർവതി ഇറങ്ങി വന്നു, കാളി ഭഗവതി വന്നു. അപ്പോൾ ശങ്കരാചാര്യ പാടുകയാണ്. വിശ്വേശ്വരൻ കണ്ണന് കളയുടെ ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. കാളി ഭഗവതി സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ്. മൃഗശരീരത്തിലെ പാർവതി കാളിദേവി ചുവന്ന സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. പത്മ രാജവംശത്തിന്റെ പ്രധാന ദേവത കാളി ഭഗവതിയാണ്. ഒന്നാമത്തെ കാളിചന്ദ്രത്തിൽ പോയിട്ടുണ്ടോ? സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ്. സ്വർണ്ണമുള്ള സുന്ദരിയായ ഭഗവതി എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ വർദ്ധപ്പെട്ടതല്ല. അത് തമിഴ്നാട്ടിലും കേരളത്തിലും ബംഗാളിലും എവിടെയെന്ന് അറിയാമോ? കാളി ഭഗവതിയെ നിങ്ങൾക്ക് ആവർത്തിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കാളി ഭഗവതി കറപ്പ് വരും. പെണ്ണ് കാണാൻ പോയിട്ടുള്ളത് അമ്മാവൻ പറയും, ഇപ്പോൾ പെണ്ണിനെ കണ്ടത് കാളി ഭഗവതി കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് നിറക്കറപ്പാന്ന് പറയാൻ അമ്മാവന് വിവരമില്ല. കാളി ഭഗവതി സ്വന്തം സുന്ദരിയ നാട്ടിലാണ് കറുപ്പ്. പെണ്ണ് കറപ്പാന്ന് പറയുന്നത് അവൾ കാളി ഭഗവതി പോയി ഇരിക്കാൻ പറയും. അപ്പൊ ഈ കാളി ഭഗവതി എന്തിനാണ് നാട്ടിൽ നീട്ടിയിരിക്കുന്നത്? മനുഷ്യന്റെ സംസാര ശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. സംസാരം സംസ്കൃതത്തിൽ പ്രസംഗ കലയെ പറ്റി പുസ്തകം എഴുതിയ മനുഷ്യനാണ് വാക്പടൻ. വാക്പടൻ 12 വയസ്സ് വരെ സംസാരിക്കുന്നത്. ചന്ദ്രപുരത്തിൽ വിക്രമാദിത്യ രാജസദസ്സിൽ മഹാന്മാരായ നവരത്നങ്ങളുണ്ടായിരുന്നു. കണ്ണന്തിരി ശമണകർ, അമരസിംഹൻ, ചരിത വേതാളവട്ട, കടകപ്പന, കാളിദാസ, വരാക്കീരവരജി മുമ്പാണ്. അപ്പം ഇതിൽ കവി ഒരു ദിവസം പാട്ടൊക്കെ പാടി രാജാവിന് സന്തോഷമായി ഒരു അവാർഡ് കൊടുത്തു. അപ്പം ഈ 12 വയസ്സുള്ള മൂമ്മനും വിദഗ്ധമായ കുട്ടിയെ അമ്മയുടെ കുളിക്കിട്ട് പോയ അമ്മയുടെ കഷ്ടപ്പാട് ഒരു കവി എപ്പോഴും ഈ മോനെ കൊടുത്തു. രാജാവ് ഈ കവി അഭിനന്ദിച്ചപ്പോൾ രാജാവ് കൊട്ടാരത്തിൽ പോയപ്പോൾ കൂടുതൽ നീ എന്തിനാണ് ഈ 12 വയസ്സുള്ള കൊട്ടാരെ വീട്ടിൽ കിട്ടുന്നത്? ഈ കേട്ടപ്പോൾ മനുഷ്യന് കാര്യമില്ല. രാജാവ് തിരിച്ചെത്തിയപ്പോൾ കവിക്ക് അറിയുന്നു. എന്നാൽ നിങ്ങൾ കാര്യമില്ല, അത് ഇവരെല്ലാം കൂടെ ആഗ്രഹിക്കുന്നു. വിക്രമാദിത്യ എന്താ പറഞ്ഞു? നീ നിന്റെ മോനെ കൂടെ കൊണ്ട് കുട്ടീനെ കാളിക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. കുട്ടി സംസാരിക്കും. കവി കുട്ടിയെ കൊണ്ട് കാളിക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവൻ സംസാരിച്ചു. അവൻ സംസാരിക്കുന്നത് മാത്രമല്ല, പ്രസംഗ കലയെപ്പറ്റി പുസ്തകം എഴുതി വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പടം വാക്പടമായി മാറിയതാണ്. അതുകൊണ്ടാണ് ഈ കാളി ഭഗവതി നാട്ടിൽ ചെയ്യുന്നത്. എന്തിനാണ് ഈ കഴുത്തിൽ തലയോട്ടി നോക്കിയിരിക്കുന്നത്? തലയോട്ടിക്കാണ്
അകത്തുള്ള തലച്ചോറ് കാളി ഭഗവതിയുടെ ബുദ്ധിശക്തി കാളിയുള്ള സ്ഥാനമാണ്. കാളിദാസൻ പണ്ട് രുദ്രനായിരുന്നു, വളരെ അന്ന് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. തന്നെ വാതിൽ തോപ്പിക്കാത്ത പക്ഷേ കല്യാണം കേട്ടില്ലല്ലോ. പലരും പേരും അവൾ വാതിൽ തോപ്പിക്കും. ഇവിടെ ഒരു പാഠം പഠിക്കണമെന്ന് വിചാരിക്കുന്ന ദേവന്മാർ നടക്കുമ്പോഴാണ് ഈക്കുന്ന ശാഖ വെട്ടുന്ന രുദ്രൻ. നീ താഴെ വിടുമെന്ന് ഞാൻ കേട്ടില്ല. അവരെ കൊണ്ട് താഴെ വിടാൻ തുടങ്ങിയപ്പം പൂർവ്വ താഴെ വിളിച്ചോ രക്ഷമാണ്. ഇവരെ വിളിച്ചൊരു വീഡിയോ വന്നു. രുദ്രൻ വിദ്യ നോക്കുമ്പോൾ രാവണത്തെ മാറ്റി വെച്ചിരുന്നു. അത് കണ്ടോണ്ട് ഈ രുദ്രൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. ഇവൻ മുന്നിൽ വിദ്യാർത്ഥിന്നല്ലോ, ഇവൻ രാവണന്റെ രാവണൻ വിളിച്ചു. അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവരും പറഞ്ഞതാണ് ശരി. രാമായണത്തിൽ വാൽമീകി കഴിഞ്ഞ മക്കളമാരെ പറ്റി പറയുന്നുണ്ട്. കുംഭകർണോ പകാരോസ്തി പകാരോസ്തി വിഭീഷണ രാക്ഷസാന പുരസ്കൃഷ്ടി രാവണോപമല്ല രാവണ. കഴിഞ്ഞ 3 മക്കളെ പേര് രണ്ടാം പുസ്തകം ആരാണ്? കുംഭകർണൻ, വിഭീഷണൻ, ഇവരുടെ പേര് രാവണൻ. എപ്പോഴും പറഞ്ഞു കൊത്തവന്റെ സ്വഭാവമാണ്. രാവണൻ പറഞ്ഞത് രാവണനെ പോലെ സ്ത്രീ ജോലി സംബന്ധിച്ചു. രുദ്രന്റെ കല്യാണം വെച്ചു. രാത്രി 11 അവർക്ക് മനസ്സിലായി പെട്ടി കുങ്കുഷ്മാണ് നമ്പർ 1. ലോകത്തെ എല്ലാ സ്ത്രീകളും ദൈവം അനുഗ്രഹപ്പെട്ടത്. ആദ്യ രാത്രി 11 ആകുമ്പോഴേ ഭർത്താവ് എത്രയൊക്കെ ഭാര്യയ്ക്ക് മനസ്സിലാവും. ഭർത്താക്കന്മാർക്ക് 20 കൊല്ലം കൂടെ വളർന്നാലും മനസ്സിലാവുന്നില്ല. ഞാൻ തലശ്ശേരി ASP 22 കൊല്ലം ഭാര്യയായിരുന്ന ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷക്കാരുടെ കൂടിയാണ്. ഞാൻ ആ ഭർത്താവിനെ ചോദിച്ചു, നിന്റെ കൂടെ 22 കൊല്ലം ജീവിച്ചിട്ടാ, നിനക്ക് നിന്റെ ഭാര്യയെ മനസ്സിലായില്ലേ? മനസ്സിലായതാണ് പുരുഷന്മാരുടെ കുഴപ്പം. പെണ്ണുങ്ങളങ്ങനല്ല. ഫസ്റ്റ് രാത്രി 11 ആകുമ്പോൾ അവർക്ക് സോപ്പ് മനസ്സിലായി ഇവൻ എത്രക്കുള്ള നിൽക്കുകയും. രാവിലെ ഒരു അഞ്ചരക്ക് വിട്ടു. കാളിദാസൻ രുദ്രൻ നേരെ ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ വന്നപ്പോൾ കാളി ഭഗവതി പുറത്ത് പോയിരിക്കുക. ബാക്കിയുള്ള ദേവന്മാരും ദൈവമാരുണ്ടല്ലോ അമ്പലത്തിൽ നിൽക്കുകയോ. കാളി ഭഗവതിക്ക് ഒരു സ്വഭാവം, നാട്ടിൽ ആർക്കൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ അവിടെ പോയി പരിഹരിക്കും. കാളിനെ ഞങ്ങളുടെ പോലീസ് ഭാഷ പറഞ്ഞ പെട്രോളിങ്ങിന് കാളിപോലി പെട്രോളിങ്ങിന് പോയിരിക്കുന്ന സമയത്ത് അയാളടുത്ത് കാളിപോലി പെട്രോളിങ്ങിന് തിരിച്ചു വന്നു. അകത്താരാണ് ശരി, അകത്താര് അവൻ ചോദിച്ചു പുറത്താര്. രണ്ടുപേരും കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കാളിബോധത്തിന് പുറത്ത് കാളി, അവൻ അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രനെന്ന് ഒരേ കാളിദാസനായി മാറുന്നു. കാളിദാസന് എന്ത് വേണം? ഈ അറിവ് വേണം. നിന്റെ നാട്ടൊന്ന് നീട്ടാൻ മതി. അർപ്പദാസത്തോടെ നാട്ട് നീട്ടിയപ്പോൾ ആ നാട്ടിൽ കാളി ഭഗവതി എഴുതി ഹരി ശ്രീ ഗണപതായി നമ. നിങ്ങൾ ഞാൻ എഴുതാൻ ഹരിശ്രീയുണ്ടല്ലോ, കാളിദാസന്റെ നാട്ടിൽ ഭഗവതി എഴുതി കൊടുത്താണ്. കാളിദാസൻ അറിവുള്ളവരായി മാറി. കാളിദാസൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അറിവും കൂടെ പ്രസ്ഫുലം ആദ്യം ചോദിച്ചു, അസ്ഥി കത്തി ഡോക്ടർ ഇന്ന് അറിവുമായി പഠിച്ചത്. കാലത്ത് പറഞ്ഞു, ഇതിനോട് ഞാൻ അറിവില്ലേ എന്നൊന്നുമില്ല. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകാവ്യം എഴുതണം. കാളിദാസൻ ആദ്യം കുമാരസംഭവം എഴുതുകയാണ്. അസ്തുസ്ഥലസ്യ ദേവദാസനാണ്. അസ്ഥി എന്ന വാക്യത്തിലാണ് കുമാരസംഭവം. മേഘസന്ദേശം കജ്ജിത് എന്ന വാക്യത്തിലാണ് മേഘസന്ദേശം തുടങ്ങുന്നത്. 3ാമത് കാളിദാസന്റെ കൃതിയിൽ രഘുവംശം ഗ്രേറ്റ് വർക്ക്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പൂർവികർക്ക് 4 പേര്, ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇസ്ലാമിന്റെ പിൻഗാമിൽ 2 പേര്, 7 രാജാക്കന്മാരുടെ കഥ. ഗ്രേറ്റ് വർക്ക്. രഘുവംശം നോക്കാൻ വേണ്ടി കാളിദാസൻ എന്ത് ചെയ്തു? വാഗുലാസ വാഗി ഗണപതി കൊണ്ട് തുടങ്ങി. 4 പറഞ്ഞ അസ്ഥീകരിച്ച് വാഗുലാസ കൊണ്ട് 3 കാവ്യം തുടങ്ങി കാളിദാസൻ. ഇതാണ് കാളിദാസൻ, കാളികളുടെ കഴിവ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതി നമസ്തു എന്ന് തുടങ്ങി. പരീക്ഷണത്തിനാണെന്ന് പറയുമ്പോൾ പരീക്ഷ നടന്ന് ഏറ്റവും കാളിശാസ്ത്രത്തിൽ പോകും. പരീക്ഷ എഴുതുന്ന ആളുണ്ടല്ല കാളിഭഗവതിയാണ്. അതുകൊണ്ടാണ് ഈ എഴുതാനുള്ള വിരൽ തരം അറിയാനായിട്ട്. അപ്പം കാളിഭഗവതിയായിട്ട് പദ്ധതി വരുമ്പോൾ ആ ദേവി സങ്കല്പം, ആ വനിതാ സങ്കല്പം മനസ്സിലാക്കേണ്ടതാണ്. 5ാമതായിട്ട് ഭഗവതി നാരായണൻ ലക്ഷ്മി ഭഗവതിയായിട്ടാണ്. ഒരു വീട്ടിൽ സമ്പത്ത് നിലനിൽക്കുന്നത് അവിടെ സ്ത്രീയുടെ കഴിവാണ്. പുരുഷൻ സമ്പത്ത് കൊണ്ടുവരും. ഭാര്യ അത് സംരക്ഷിച്ച് ചെലവ് ജീവിച്ചാൽ ആ വീട് രക്ഷപ്പെടും. ഭാര്യ ചെലവാളിയാണെങ്കിൽ എത്ര വർഷം കൊണ്ടുവന്നാലും ആ പ്രമ രക്ഷപ്പെടും. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെ ദേവനല്ല
ഈ ലക്ഷ്മി ഭഗവതിയാണ്. ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ആ കുടുംബത്തിലെ ഭാര്യയെ നിൽക്കുന്ന സ്ത്രീയുടെ കഴിവില്ലെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടില്ല. ലക്ഷ്മി ഭഗവതി സ്ത്രീ ദേവിയുടെ സങ്കല്പം. കുടുംബത്തിലെ സ്ത്രീയാണ് ഒരു കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നത്. അത് കഴിഞ്ഞാലോ ആറാമത്തെ അവതാരം സരസ്വതി ഭാവം, അറിവിന്റെ ദേവതാ സങ്കല്പം. സരസ്വതി പ്രാർത്ഥിക്കുമ്പോൾ അറിവ് സമാഹരിക്കപ്പെടുന്നു. ആ കുടുംബ രക്ഷപ്പെടൽ വീട്ടിലെ ചെറുപ്പത്തിൽ അമ്മയും ഒക്കെ പഠിപ്പിച്ച കുട്ടി വിജയിക്കും. പുരുഷ സാർമാർ മാത്രമുള്ള സ്കൂളിൽ കുട്ടിയെ വിട്ട കുട്ടി രക്ഷപ്പെടുമോ? ഇല്ല. ലേഡി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിൽ ഓരോ കുട്ടിയും സ്വന്തം കുട്ടിയെ പോലെ കാണുന്ന ലേഡി ടീച്ചർ അച്ഛനെ സംരക്ഷിക്കും, വളർത്ത് നല്ല. അതാണ് സരസ്വതി ഭാവം. സരസ്വതി ഭാവം കഴിഞ്ഞാലോ ഏഴാമതായി ഭഗവതി ഭൂമിയിലേക്ക് വരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ കാമുകിയായി രാധേയറിയാൻ. രാധയ്ക്ക് ഒരിക്കലും അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് രാധയ്ക്കൊരു ശാപം. ആ മുനി ശാപം കാരണം ഭഗവാൻ കൃഷ്ണൻ കല്യാണം കഴിക്കാൻ പറ്റില്ല. അവർ ലൈംഗിക വീഴ്ചയില്ലാതെ, ഭാര്യാബന്ധ ബന്ധമില്ലാതെ, വിവാഹമില്ലാതെ ഒരു പുരുഷനും സ്ത്രീ പരസ്പരം എങ്ങനെ ബഹുമാനിക്കണം അത് പഠിപ്പിക്കാൻ വേണ്ടി ഭഗവതി രാധയായി ഭഗവാൻ കൃഷ്ണനോടോ രാധ. ഞാൻ ദ്വാരക വെള്ളത്തിറങ്ങി പോയി കരക്കുള്ള ഗുജറാത്തിലെ പട്ടണത്തിൽ. അവിടെ ചെന്നപ്പോൾ ഭാഗവത് ഇല്ലാത്തൊരു കഥ അവിടെ നാട്ടുകാർ പറയും. എനിക്ക് അവിടെ രസമൊന്നുമില്ല. രാധ മരിക്കാറായപ്പോൾ രാധ ഭഗവാൻ കൃഷ്ണൻ എഴുത്തയച്ചു. ഭഗവാൻ എനിക്കൊരു ആഗ്രഹം, ഞാൻ മരിക്കും എൻ്റെ കിടക്കിടക്ക് അങ്ങ് വന്ന് ഇവിടുന്ന് ഒന്ന് മാറണം. ഭഗവാന് പല്ലക്കയച്ചു. രാധയെ കൊണ്ടുപോകും. രുക്മിണിയുടെ മുറി കൊണ്ട് കിടക്കുന്നു. രുക്മിണിക്കൊരു കംപ്ലൈൻറ്റ് ഇല്ല. അതിൻ്റെ ലൈംഗിക വീഴ്ച ഉണ്ടാകുന്നത് കല്യാണം ഉണ്ടാകുന്നത് രുക്മിണിക്ക് അറിയാം. ഇപ്പോഴാണ് ആയിരിക്കണമായിരുന്നു. ഭാര്യയുടെ മുറിക്കാത്തത് കാമുകി കൊണ്ട് കിടത്തിയാൽ മിക്കവാറും ആദ്യത്തെ എപ്പിസോഡുള്ള സീരിയൽ ടെലിവിഷനിൽ പരസ്പരം റെഡിയായിരുന്നു. അപ്പോഴും എന്നിട്ട് രാധ മരിക്കുന്നു പറയാൻ ഭഗവാൻ രാധയുടെ കട്ടിലെടുത്ത് നിന്ന് പാട്ട് പാടാൻ പറയും. ആ പാട്ട് കേട്ടോ രാധ മരണത്തേക്ക് ഭഗവാൻ ഇനി ഞാൻ ഉപയോഗിച്ച് പാടുകയില്ല. ആ മുരളിയെ മേശപ്പുറത്ത് ആസ്വദിച്ചു. ഇതാണ് അവരുടെ കഥ. അപ്പം അന്ന് രാധയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടിയതാണ് ഹരിമുരളീരവം. ഹരിലീരവം മോഹൻലാൽ ആക്ട് ചെയ്യുന്നത്, യേശുദാസ് പാടുന്നത് ആ മഹത്തായ ഹരിമുരളീരവം ഭഗവാൻ പാടിയ പാട്ടാണ്. ഭർത്താവും ഒരു ഭാര്യയും തമ്മിൽ കാമുകരും തമ്മിൽ നിന്നും ശ്രമിക്കുമ്പോൾ മരണം വരെ ആ ബന്ധം എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. രാധാഭാവം. അത് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചു. ഗായത്രി മന്ത്രം മനുഷ്യഭാവത്താണ്. ഭഗവതി ഭഗവാനോട് പറഞ്ഞു, ഈ ഗായത്രി എന്നുള്ള പേര് കഴിഞ്ഞാലേ ജ്ഞാപകപ്പെടാമെന്ന്. അങ്ങനെ ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ അവതരിച്ച് ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ കേൾപ്പിച്ചു. എം.എസ്. സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം ചൊല്ലും. നമുക്കപ്പോൾ മനസ്സിലാവും പണ്ട് ഗായത്രിയെ ഭാവത്തിൽ ദേവി പാടിയത് ഇങ്ങനെയായിരുന്നു. സർവവിദ്യയിൽ ഉണ്ടാക്കുന്ന ഗായത്രി മന്ത്രം നമുക്ക് പാടിത്തരുകയാണ്. 9ാമത്തെ പർവ്വതീയ എന്തായിട്ട് ശക്തീശ്വരി. ശക്തീശ്വരി പുരുഷൻ പെട്ടെന്ന് ബലഹീനനാവും. സ്ത്രീ അങ്ങനെ ഓടുകയാണ്. വളരെ പ്രഗത്ഭനായ ജസ്റ്റീൻ ചക്രവർത്തി അദ്ദേഹം AD 627 ഭരണത്തിൽ വന്നു. AD 632 അദ്ദേഹത്തിനെതിരെ ഭയങ്കര വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇയാൾ ഓടി ബന്ധപ്പെടുത്തുന്നു. രാഷ്ട്രീയം പറഞ്ഞു, നീ ഇവിടുത്തെ വേഷമാണ്, കയ്യോ സ്വർണ്ണം പെടുന്നു, നമുക്ക് രക്ഷപ്പെടണം. അങ്ങനെ വെച്ചു അതേക്കൊണ്ട് രക്ഷപ്പെടുന്നു. ഭാര്യ പറഞ്ഞു, നീ ഓടിയാളല്ല, നീ ലോകചരിത്രം അവസാനിക്കുന്നത് ഏറ്റവും വീരമെന്നറിയപ്പെടും. ഞാനൊരു നർത്തകയാണ്, എന്റെ സൗന്ദര്യം കണ്ടിയെ കെട്ടുക. ഞാൻ ഓടുന്നില്ല. ഈ 10 വേഷമുണ്ടല്ലോ, ശവത്തെ പൊതിയാനും വളരെ കഷ്ടമാണ്. നീ ഓടിക്കോ, ഞാൻ ഓടിക്കാമോ, ഞാൻ കഴിഞ്ഞ യുദ്ധം ചെയ്യാൻ പോകും.
പെണ്ണുമ്പോഴോട് ധൈര്യം കണ്ടപ്പോൾ ഈ രാജാവുണ്ടല്ലോ സേനാനായകൻ വെലിസാറസിനെ വിളിച്ചു. വെലിസാറസിന് ഈ അക്രമം നീളമില്ല, അതിനൊന്നും കുഴപ്പമില്ല, നാട്ടിലാകെ ശവം എണ്ണ എത്ര കൊണ്ടു. വെലിസാറസ് അതിനായിട്ട് ഇറങ്ങി ആരും ഓടിച്ച് ദൂരെ യുദ്ധം ജയിച്ചു. അത് കഴിഞ്ഞാണ് ക്രിസ്ത്യൻ ചക്രവർത്തി ആഗ്യാസോഫ്യ പണിഞ്ഞത്. അത് കഴിഞ്ഞാണ് ജസ്റ്റിസ് കോളേജ് ഉണ്ടാക്കിയത്. ഈ ബാലെ നത്തകയെ ഭാര്യയുടെ ആ ധൈര്യം ഉണ്ടല്ലോ രാജാവിന് കിട്ടിയോ? ഇല്ല. ഇതാണ് സ്ത്രീ. ആ ശക്തിശാലിയായ സ്ത്രീ മാറണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവതി ശക്തിശാലിയായിട്ട് വന്നത്. ഏറ്റവും അവസാനത്തെ അവതാരം. അതോ ഭഗവതി ചോദിച്ചു, ഭഗവതി ലാസ്റ്റ് അവതാരം എന്തൊക്കെ പോകുന്നത്? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യർക്ക് തലച്ചോറ് മുക്തി ഉണ്ടാവണം, അവരുടെ നാട്ടിൽ മധുരം ഉണ്ടാവണം. അതോടെ ഞാൻ തേയില ദേവതയെ തുറന്നു. ബ്രഹ്മനി പ്രകൃതമായി തേനീച്ച ബ്രഹ്മനിയെ ഭൂമിയിലേക്ക് വരികയായി. അങ്ങനെ തേയിലയുടെ ദേവതയായി നമുക്ക് പ്രകൃതിയെ വന്നു. അപ്പൊ ദേവി ഭാഗവതത്തിലെ 10 അവതാരം കിടുമ്പോഴാണ് ഇന്നത്തെ പ്രസംഗ വിഷയം നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വനിതാ സംഗമത്തിൽ വനിതകൾ സ്ത്രീകൾ എടുക്കേണ്ട 10 ഫോംസ് എന്തൊക്കെയാണ്? ആ 10 ഫോമിൽ ഒന്ന് സ്ത്രീ എടുക്കുമ്പോൾ അവർ വീടിന്റെ വിളക്കാവും, അവർ നാടിന്റെ വിളക്കാവും. നാടിന്റെ വിളക്ക് പണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പം വല്ലപ്പോഴും ഒരു സ്ത്രീ മത്സരിച്ചാലാവും, പിന്നെ ഇല്ല. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് ചെയ്തറിയാമോ? 3 സീറ്റ് സ്ത്രീകൾക്ക് റിസർവ് ആദ്യം 1991 ആദ്യം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരുന്നപ്പോൾ 50% പകുതി സീറ്റ് സ്ത്രീകൾക്കുണ്ട്. സ്ത്രീ സംവരണമുണ്ട്. അതുപോലെ പുരുഷ സംവരണ സ്ത്രീകളിൽ മത്സരിക്കും. അപ്പൊ ചില പഞ്ചായത്തിൽ 75% പേരും സ്ത്രീകളാണ്. പുരുഷൻ 50 കാരണം നടക്കുന്ന ആൾ വന്ന സൗകര്യമുണ്ടോ? ഇല്ല. പക്ഷെ വനിതാ പഞ്ചായത്തിനുള്ളിലുള്ളതുകൊണ്ട് ആ പഞ്ചായത്ത് ഫുൾ ടൈം അറ്റൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് തീർന്നപ്പോൾ ഒരാൾ ചോദിച്ചു, സാറിന്റെ അഭിപ്രായത്തിൽ മോക്ഷം കിട്ടുന്നത് ഉറപ്പുള്ള ആളുകളുണ്ടോ? ഞാൻ പറഞ്ഞു, മോക്ഷം കിട്ടുന്നത് എനിക്ക് ഉറപ്പുള്ള ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പറ്റാണ്. അവർ അദ്ദേഹത്തിന് അതെന്തോ അതേ കേരള സംസ്ഥാന ഗവൺമെന്റ് ഭാഗമായി 242 പ്രോഗ്രാംസ് ഉണ്ട്. 242 ഏത് പ്രോഗ്രാം പൈസ കിട്ടണമെങ്കിലും ആപ്ലിക്കേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൗൺസിൽ ചെയ്ത് വെച്ചു. ഈ വിദ്യാഭ്യാസം കിട്ടാൻ കേരള 130 സ്കീമുണ്ട്. 130 സ്കീം പൈസ കിട്ടണമെങ്കിൽ പഞ്ചായത്ത് സംഭരണം പിന്നെ എന്നെ ഒപ്പണം. ഞാൻ നമ്മളോട് വേണ്ടിയിട്ട് ചത്തു. ഞാൻ ഇവിടെ ഗവൺമെന്റ് പൈസ കിട്ടും. ഇടിവെട്ടിയ പൈസ കിട്ടുമോ? അവർക്ക് അറിഞ്ഞൂടാ. ഇടിവെട്ടിയതാണ് ചത്ത കേന്ദ്രത്തിൽ 20,000 രൂപ, സംസ്ഥാനത്തിന് 7,000 രൂപ. ഞാൻ അവർക്കെല്ലാം വാങ്ങി കൊടുക്കും. എന്നെ കൂടെ സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻറ്റിൻ്റെ കൂടെ പഠിച്ച ആളുകളെ കിഡ്നി ഞാൻ പോയി. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നോട് സഹായം വെച്ചുള്ളൂ. ഞാൻ കേന്ദ്രത്തിൽ പൈസ കിട്ടിയോ? ഇല്ല. ഞാൻ ആപ്ലിക്കേഷൻ വന്ന് കേന്ദ്രം പോകും. MBA കൂടെ ഫുള്ളായി 2 ലക്ഷം രൂപ മനുഷ്യൻ്റെ അക്കൗണ്ടിൽ അടിച്ചായി. കിഡ്നി പോയാൽ പക്ഷേ ഏത് ആപ്ലിക്കേഷൻ ആദ്യം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് നമുക്ക് ഞാൻ പറ്റോ? അപ്പൊ ഇത്രയും ആളുകൾ ഗുണം ചെയ്യുന്ന മനുഷ്യൻ കൂടുതലായിട്ടുണ്ടോ? പഞ്ചായത്ത് സുന്ദരമാകാതെ അപ്പോൾ പഞ്ചായത്ത് മുൻകൂട്ടി സൂക്ഷ്മ മോശം കിട്ടുന്നത് അല്ലാതെ മൊത്തം ആരാണ്? സ്ത്രീകൾ. കേരളത്തിൽ നാട്ടിലുള്ള അമ്മച്ചോട് സ്ത്രീകൾ എപ്പോൾ സംരക്ഷിക്കപ്പെടുന്നോ നമ്മുടെ നാട് രക്ഷപ്പെടുകയാണ്. അവിടെയാണ് മനുസ്മൃതിയിൽ പറയുന്ന എത്രയും നാരീസുഖന്റെ ജഗന്റെ തത്വദേവത. അപ്പൊ ആയിരവല്ലി ക്ഷേത്രത്തിലെ 1000 ദേവീ ഭാഗത്തെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് വിജയപ്പെട്ട ഇവിടെ സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പ്രസിദ്ധമായ പാറ നിങ്ങളുടെ ചതയമംഗലത്തിലെ ജടായുമംഗലം മാരണം. അവിടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകളുടെ വനിതാ സംഗമം കൂടുമ്പോൾ മറ്റു മതങ്ങൾക്കില്ലാത്ത ഒരു ദർശനം സ്ത്രീകളെ സംബന്ധിച്ച് സനാതന ധർമ്മം ഹിന്ദുമതം കാഴ്ചവെക്കാണ്. ആ സങ്കല്പം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വനിതാ സംഘത്തിന് മഹത്വം മനസ്സിലാവുന്നത്. എല്ലാ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമാണ് അമ്മ ഭാവം. അമ്മ അതുകൊണ്ടാണ് ശങ്കരാചാര്യ മാധവസ്തോത്രവും വേദവ്യാസന്റെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും മാതാവിന്റെ സങ്കല്പം
ഇരിക്കുന്ന അമ്മയുടെ കാൽപാത്രം സങ്കല്പവും ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഈ ദേശത്തിൽ സ്ത്രീ ആരാണെന്ന് അമ്മയാണെന്ന് മനസ്സിലാക്കി ദേവീ ഭാവത്തിലുള്ള ദൈവത്തിൻ്റെ സങ്കല്പം മനസ്സിലാക്കാൻ എല്ലാവരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാതൃസംഘത്തിന് എല്ലാ വിജയവും കൊടുത്തുകൊണ്ട് വനിതകളുടെ സംഗമത്തിന് എല്ലാ മംഗളങ്ങളും നടന്നുകൊണ്ട് ലിബറേറ്റേഴ്സ് ഓഫ് മാൻകാൻഡായി മാറാൻ ഓരോരുത്തരെയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ചടിമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയും ഉത്സവ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ വനിതാ സംഗമത്തിൻ്റെയും മാതൃപന്തലത്തിൻ്റെയും തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കേവർക്കും ഒരു നല്ല രാത്രിയും അതുപോലെ തന്നെ മകരവിളക്ക് മഹോത്സവ ആശംസകൾ. അഡ്വക്കേറ്റ് ആർ രാജേഷ് സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം.